ക്രൈസ്തവ മേഖലയൊന്നും പറയണ്ട. ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് ക്രൈസ്തവ മേഖലയാണെന്ന് പറഞ്ഞാൽ അതൊന്നും പൂർണ്ണമാവില്ല. അപ്പോൾ അതെല്ലാം ഒരു ദിവസം കൊണ്ട് റബ്ബറിന്റെ മേലെ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രം കാര്യം മാറുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ധരിക്കുന്നയാളല്ല. അത് ക്രൈസ്തവ ന്യൂനപക്ഷമാവേ ആ നിലപാടിലാണുള്ളത് എന്ന് പറയുന്നതിലും എനിക്ക് യോജിപ്പില്ല. ക്രൈസ്തവ മതപുരോഹിതന്മാർ വസ്തുതകൾ തുറന്നു പറയുമ്പോൾ ആ വസ്തുതകൾ തുറന്നു പറയുന്ന മതപുരോഹിതന്മാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമീപനം, ആ സമീപനമാണ് കോൺഗ്രസും CPM-ഉം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിഷയം റബ്ബറിന്റെ വില കൂട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ അംഗങ്ങൾ, ആ സമുദായത്തിലുള്ള അംഗങ്ങൾ, മലയോര കർഷകരായിട്ടുള്ള ആളുകൾ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശബ്ദമുയർത്തും എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടനെ നയം മാറ്റുന്നവരാണ് കത്തോലിക്ക മെത്രാന്മാരെ എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചെങ്കിൽ അവിടെ തെറ്റിയത് നിങ്ങൾക്കാണ്. ഞങ്ങൾക്ക് പറഞ്ഞതിൽ യാതൊരു മതപക്ഷമില്ല, അതിനകത്ത് രാഷ്ട്രീയ പക്ഷമില്ല, അതിന് കർഷക പക്ഷം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പക്വതയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാനും തങ്ങളുടെ പ്രതികരണം ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് തിരിച്ചറിയാനും കഴിയേണ്ടതുണ്ട്. അപ്രകാരം ചെയ്യാതെ പോയതിന് ഇപ്പോൾ BJP-ക്കാർ മുതലെടുക്കുന്നതെന്ന് ആരെങ്കിലും നിലവിളിച്ചാൽ അതിന് ഞങ്ങളല്ല ഉത്തരവാദി, ഇതിനെ വിവാദമാക്കിയവരാണ് ഉത്തരം പറയുന്നത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ക്രൈസ്തവ സമൂഹത്തെ BJP-യോട് അടുപ്പിക്കുന്ന ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവനയിൽ തിളച്ച് രാഷ്ട്രീയ കേരളം. കത്തോലിക്ക സഭയുടെ നിലപാടല്ല എന്ന UDF LDF വാദം അപ്രസക്തമാക്കുന്ന പ്രസ്താവനയുമായി ഇന്നും ആർച്ച് ബിഷപ്പ് രംഗത്തെത്തി. പറഞ്ഞതിൽ കടുകിട വ്യത്യാസമില്ലെന്ന് ബിഷപ്പിനെതിരെ സിറോ മലബാർ സഭയിലെ ഒരു രൂപതയിൽ നിന്നും ഒരതിരൂപതയിൽ നിന്നും എതിർ ശബ്ദം ഉയരാത്തതും ശ്രദ്ധേയമാണ്. സഹായിച്ചാൽ തിരിച്ചു സഹായിക്കുമെന്ന വാഗ്ദാനം BJP-യെ സഹായിക്കുമോ? ബിഷപ്പിന്റെ പ്രസ്താവനയെ ക്രൈസ്തവ സമൂഹം ഉൾക്കൊള്ളുന്നത് ഏത് രീതിയിൽ? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഇളക്കമുണ്ടാക്കാവുന്ന പ്രസ്താവനയെ കരുതലോടെ ഇരു മുന്നണികളും കൈകാര്യം ചെയ്യുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇളക്കമുണ്ടാക്കുമോ ബിഷപ്പിന്റെ ഓഫർ? സിറോ മലബാർ സഭ പ്രതിനിധി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ, CPM നേതാവ് M പ്രകാശൻ മാസ്റ്റർ, BJP നേതാവ് S സുരേഷ്, കോൺഗ്രസ് നേതാവ് നൌഷാദ് അലി എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ, ഇത് സിറോ മലബാർ സഭയുടെ മൊത്തം നിലപാടല്ല, ക്രൈസ്തവ സമൂഹത്തിന്റെ നിലപാടല്ല, തലശ്ശേരി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പായ ജോസഫ് പാംപ്ലാനിയുടെ മാത്രം നിലപാടാണ് എന്ന രീതിയിലാണ് LDF-ഉം UDF-ഉം തള്ളിക്കളയുന്നത്. എന്തുകൊണ്ടാണ് സഭയിൽ നിന്ന് ഒരു ഔദ്യോഗികമായ നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകാത്തത്? അദ്ദേഹത്തിന്റെ മാത്രം നിലപാടായി ഇതിനെ കാണണോ? അഭിവന്യ പാംപ്ലാനി പിതാവ് തന്നെ എന്റെ സ്വന്തം നിലപാടാണ് അറിയിച്ചത്. അത് കർഷകരോടുള്ള വലിയ താൽപര്യത്തിന്റെ പേരിൽ പറഞ്ഞതാണ് എന്ന് പ്രസംഗത്തിന് ശേഷം മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അതിൽ തന്നെ വ്യക്തമാണ്. അദ്ദേഹം ഒരു പ്രസ് റിലീസ് നൽകിയതല്ല, ലേഖനമെഴുതിയതുമല്ല, ഒരു കർഷക റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ വികാരത്തള്ളലുകൊണ്ട് നാക്കുപിഴ സംഭവിച്ചതാണ് എന്ന് കരുതേണ്ടതുമില്ല. വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള പിതാവാണ് ജോസഫ് പാംപ്ലാനി. അദ്ദേഹം ഒരു കർഷക കുടിയേറ്റ ജനതയുടെ പിതാവാണ്. മലബാർ കുടിയേറ്റത്തിന് നേതൃത്വം നൽകിയത്, പ്രചോദനമേകിയത് സർക്കാരുകൾ തന്നെയാണ്. പട്ടിണി അകറ്റാൻ വേണ്ടിയിട്ടാണ് കുടിയേറ്റത്തിന് പ്രേരണ നൽകിയത്. അങ്ങനെയാണ് വലിയൊരു കാർഷിക സംസ്കാരം ഹൈറേഞ്ചിലും മലബാറിലുമൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത്. അതിനുശേഷം പക്ഷേ
കർഷകരെ സംരക്ഷിക്കുന്നതിന് ഭരണകൂടങ്ങൾ രംഗത്ത് വന്നില്ല. വള്ളോപ്പള്ളി പിതാവ് ആരംഭിച്ച ആ ഒരു കർഷക സംരക്ഷണത്തിന്റെ പിൻഗാമി എന്നുള്ള നിലയിലാണ് പാംപ്ലാനി പിതാവ് വലിയ ഒരു കർഷക റാലിയെ അഭിസംബോധന ചെയ്ത് കർഷകരുടെ ഉപജീവനത്തിനും അതിജീവനത്തിനും ഭരിക്കുന്ന സർക്കാരുകൾ സഹായം നൽകണം, അതവരുടെ ഔദാര്യമല്ല കടമയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ പിതാക്കന്മാരെയോ സഭാ നേതാക്കന്മാരെയോ വില കുറച്ച് കാണേണ്ടതില്ല. അവര് ബൈബിള് മാത്രം അറിയുന്നവരല്ല, ഭരണഘടന അറിയുന്നവരാണ്, സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്നവരാണ്. കർഷകരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിലാണ് കർഷക പക്ഷ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത്. ഫാദർ, ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. ഫാദർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി തന്റെ സ്വന്തം നിലപാടാണ് ഇത് എന്ന് പറയുന്നു എന്ന് താങ്കൾ വ്യക്തമാക്കി കഴിഞ്ഞുവല്ലോ. പക്ഷേ ഇതൊരു കർഷക റാലിയിൽ പങ്കെടുത്തുകൊണ്ട് കർഷകരുടെ വികാരം തന്നിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ തന്നിലൂടെ പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സഭയുടെ വികാരമാണ്, ക്രൈസ്തവ സമൂഹത്തിന്റെ വികാരമാണ്. ഈ രീതിയിൽ കാണാൻ പറ്റുന്നതാണല്ലോ. താങ്കൾ തന്നെ പറഞ്ഞു ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി എന്ന ആർച്ച് ബിഷപ്പിന്റെ മഹത്വം. അങ്ങനെ വരുമ്പോൾ അത് സഭയുടെ നിലപാട് തന്നെയാണ്. ക്രൈസ്തവ സമൂഹം അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അതായത് രണ്ട് മുന്നണികളിൽ നിന്നും നീതി കിട്ടുന്നില്ല, അതുകൊണ്ട് BJP തൊട്ടുകൂടാത്ത ആളുകളല്ല എന്ന സന്ദേശം ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്നത് തന്നെയല്ലേ ആർച്ച് ബിഷപ്പിന്റെ തലശ്ശേരിയിലെ പ്രസംഗം? അതല്ല എന്ന് താങ്കൾ പറയുന്നുണ്ടോ? അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. കർഷകര്, തൊഴിലാളികള്, ആരുമില്ലാത്തവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, ഇവരൊക്കെ കത്തോലിക്ക സമുദായത്തിന്റെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും എല്ലാ മെത്രാന്മാരും ഇത്തരം ആൾക്കാരുടെ പക്ഷത്തു നിന്നാണ് സംസാരിക്കുക. അവർക്ക് സ്വയമേ മുഖ്യധാരയിലേക്ക് കടക്കാനോ സാമ്പത്തികമായ ഉന്നതിയിലേക്ക് പ്രവേശിക്കാനോ ആവുകയില്ല. അവരെ സഹായിക്കേണ്ടത് ഭരണകൂടങ്ങളാണ്. ഭരിക്കുന്നത് ആരെ എന്നുള്ളത് സഭയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമല്ല. സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് എപ്പോഴും പറയുന്നതാണ്. പക്ഷേ സഭ അത് സൂചിപ്പിക്കേണ്ട രീതിയിൽ തന്നെ ആ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് ഓരോ തെരഞ്ഞെടുപ്പുകളിലും വ്യക്തമാക്കാറുമുണ്ട്. അത് സൂചിപ്പിക്കുന്ന രീതിയിൽ എന്ന് ഞാൻ പറഞ്ഞത് ആ രീതിയിലുള്ള സന്ദേശങ്ങൾ കൊടുക്കാറുമുണ്ട്. അതിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അങ്ങനെ സഭ ചെയ്യാറുണ്ട്. ഞാൻ ആ തെരഞ്ഞെടുപ്പ് സമയത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇവിടെ ഒരു MBA പോലും ഇതുവരെ അയക്കാത്ത ഒരു പാർട്ടിക്ക് ഞങ്ങൾ സഹായം ചെയ്യുമെന്ന് പറയുമ്പോൾ അത് BJPക്ക് സഹായം ചെയ്യുമെന്ന് പറയുമ്പോൾ അത് വ്യക്തമായൊരു സന്ദേശം നൽകി കഴിഞ്ഞുവല്ലോ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. അത് മാത്രമല്ല, ഇതിനുശേഷമുള്ള പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക. UDFും LDFും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അവിടെയെല്ലാം അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമാണ്. കേരളത്തിന് വെളിയിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ സംഘപരിവാറിന്റെ ആക്രമണം നേരിടുന്നവരാണ് ക്രൈസ്തവ സമൂഹം. അത് സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെ പോലും ഉണ്ടാകാറുണ്ട്. അതെന്തുകൊണ്ട് ആർച്ച് ബിഷപ്പ് കണ്ടില്ല? റബ്ബർ വിലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു, കർഷകരുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനപ്പുറം ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ആർച്ച് ബിഷപ്പിന് തോന്നിയില്ല എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നത് BJPയോട് സഭ അടുക്കാൻ ശ്രമിക്കുന്നു എന്ന സന്ദേശം ആർച്ച് ബിഷപ്പ് നൽകിയത് കൊണ്ട് മാത്രമല്ലേ? അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് LDFും UDFും സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന, പ്രത്യേകിച്ച് ആവേശകരമായ പ്രസംഗത്തിന്റെ രൂപത്തിൽ ഒരു ആർച്ച് ബിഷപ്പിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിനുള്ള യുക്തികൾ കണ്ടെത്തുക സ്വാഭാവികമാണ്. അത് അവരുടെ അവകാശവുമാണ്. അതിനെ ആരും എതിർക്കുന്നില്ല. ആർച്ച് ബിഷപ്പ് ഇങ്ങനെയൊരു ചിന്ത അവതരിപ്പിച്ചത്
ഭരണകൂടങ്ങൾക്ക് മാത്രമേ കർഷകരെ സഹായിക്കാനാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് BJPക്ക് നൽകിയ ഒരു വാഗ്ദാനം എന്നതിലുപരി സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയ ഒരു വെല്ലുവിളിയായിട്ട് കൂടിയാണ് ഞാനിതിനെ കാണുന്നത്. അതായത് സഭയെ, പ്രത്യേകിച്ച് മെത്രാന്മാരെ ഏതെങ്കിലും രാഷ്ട്രീയ ചേരികളുമായി കൂട്ടിച്ചേർത്ത് അവരെ നിശബ്ദരാക്കാനോ ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണക്കാരാണ് എന്ന് വരുത്തി തീർത്ത് അവരുടെ വായടയ്ക്കാനോ ശ്രമിക്കുന്നത് ഇനി വിലപ്പോകുന്ന കാര്യമല്ല. മെത്രാനായിരിക്കെ തന്നെ ഒരു പൗരനാണ്, പൗരൻ മാത്രമല്ല നേതാവാണ്. അദ്ദേഹത്തിന്റെ കൂടെ വിശ്വാസത്തിന്റെ സമൂഹമുണ്ട്. ഈ വിശ്വാസികളെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരുണ്ട്. അതുകൊണ്ട് മെത്രാൻ വോട്ട് ബാങ്കാണ് എന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ല. അവകാശപ്പെട്ടാൽ അത് ശരിയുമല്ല. പക്ഷേ ഇതൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടും കർഷകരുടെ തീരാ ദുഃഖത്തിന്റെ രോദനത്തിന്റെ പ്രസംഗ രൂപമായിട്ടുമാണ് ഞാൻ ഈ വാഗ്ദാനത്തെ അല്ലെങ്കിൽ വെല്ലുവിളിയെ കാണുന്നത്. ഫാദർ, വാഗ്ദാനമെന്ന് താങ്കൾ പറയുന്നുണ്ട്. ആദ്യം താങ്കൾ പറഞ്ഞു ഇതൊരു വാഗ്ദാനമായി കാണേണ്ടതില്ല എന്ന്. ഇപ്പോൾ പറയുന്നു വാഗ്ദാനവും വെല്ലുവിളിയുമെന്ന്. രണ്ടും ഒരേ രീതിയിൽ എങ്ങനെ പോകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വാഗ്ദാനം മനസ്സിലാകുന്നത് BJPക്കുള്ള ഒരു വാഗ്ദാനവും UDF-നും LDF-നുമുള്ള ഒരു വെല്ലുവിളിയുമാണ്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ വിശാലാർത്ഥത്തിലാണ് പറഞ്ഞത്. വാഗ്ദാനമെന്ന് കരുതുന്നവരങ്ങനെ കരുതട്ടെ, വെല്ലുവിളി എന്ന് ചിന്തിക്കുന്നവരങ്ങനെ ചിന്തിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, കർഷക പക്ഷത്താണ് സഭ, പാവപ്പെട്ടവരുടെ പക്ഷത്താണ് സഭ. ഈ കർഷകർക്ക് ജീവിക്കേണ്ടേ? അവരുടെ ഉൽപാദന ചെലവ് പോലും റബ്ബറിൽ നിന്ന് ലഭിക്കുന്നില്ല. മറ്റു വിളകളുടെ കാര്യവും ഇതുതന്നെയാണ്. അതുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് പ്രസംഗത്തിനിടയിലും പിന്നീട് പ്രസംഗത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണത്തിലും വ്യക്തമാക്കിയത് കർഷകരുടെ പക്ഷത്തു നിന്ന് മാത്രമാണ് സംസാരിക്കുക. ശരി, പക്ഷേ ഈ കർഷകരുടെ പക്ഷത്ത് നിന്ന് എന്ന് പറയുമ്പോൾ ഈ ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്ന പോലെ ചങ്ങാത്ത അധികാര കേന്ദ്രം, അങ്ങനെ ഒരു വിവക്ഷയും കൂടി അതിനകത്തുണ്ട്. കാരണം അധികാര കേന്ദ്രത്തോട് അടുത്ത് നിന്നാലേ ഗുണം കിട്ടുകയുള്ളൂ എന്ന രീതിയിൽ കൂടിയാണ് ആ ഓഫർ അല്ലെങ്കിൽ ആ വാഗ്ദാനം എന്ന് പറയുന്നത്. അത് സംസ്ഥാനം ഭരിക്കുന്ന LDF-നോടോ പ്രതിപക്ഷത്തുള്ള UDF-നോടോ ചേർന്ന് നിൽക്കുന്നതല്ല. കേന്ദ്രത്തിലുള്ള BJP സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചങ്ങാത്ത അധികാര കേന്ദ്രം. ആ സൂചനയാണ് എന്തായാലും ആർച്ച് ബിഷപ്പ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം അതിലൊരു ചെറിയ മാറ്റം പോലും വരുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇന്ന് ശ്രീ MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന അതും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിച്ചത് ഈ സംഘപരിവാറിന്റെ ആക്രമണത്തിൽ എന്തുകൊണ്ട് ആർച്ച് ബിഷപ്പിന് അത്രമാത്രം വൈകാരികമായ ഒരു പ്രതികരണത്തിലുള്ള ഒരു തോന്നലുണ്ടായില്ല, മറിച്ച് ഇത്തരത്തിലുള്ള BJPയുടെ കടന്നുവരവിന് സഹായകരമായ രീതിയിലുള്ള പ്രസ്താവന അല്ലേ നടത്തിയത് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞത് വഴിയൊരുക്കിയവരാരാണ് BJPക്ക് എന്ന കാര്യം ആ പറഞ്ഞവർ തന്നെ ശ്രദ്ധിക്കണമെന്നാണ് മറുപടി. ഇവിടെ സഭ കർഷക പക്ഷത്താണ് നിൽക്കേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ കർഷക പക്ഷത്ത് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കെതിരായാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് വിഷയം. ഇപ്പം ഇന്ത്യയിലെ കൃഷിക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അവരുടെ ഉൽപാദന ചെലവ് പോലും ഉൽപ്പന്നങ്ങൾക്ക് കിട്ടാത്ത വിഷയം. അത് റബ്ബറിന് മാത്രമല്ല, മിക്കവാറും എല്ലാ വിളകളെ സംബന്ധിച്ചും അത് വസ്തുതയാണ്. അത് ആരംഭിക്കുന്നത് 90-കൾ മുതലാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും 90-ന് ശേഷം ഇങ്ങോട്ട് ഈ കഴിഞ്ഞ 30 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കൃഷിക്കാരന്റെ എണ്ണം 4 ലക്ഷത്തിലേറെയാണ് എന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. ഇവിടെ BJPയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കൃഷിക്കാരുടെ എണ്ണം 1 ലക്ഷമാണ്. എന്തുകൊണ്ടാണത്? കാർഷിക രംഗത്തെ ഒരു വ്യാപാര രംഗമാക്കിയിട്ട് മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടൊരു കാർഷിക നയം ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടപ്പാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇവിടെയാണ് കൃഷിക്കാരന്റെ ഇന്നത്തെ ദുരന്തത്തിന്റെ ആരംഭം. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിടാം, ASEAN കരാർ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർത്തു. പക്ഷെ ഇവിടെ ചില ശക്തികളെല്ലാം പറഞ്ഞത് അത് കൃഷിക്കാർക്ക് നേട്ടമുണ്ടാക്കുമെന്നാണ്. പക്ഷെ വന്നിരിക്കുന്നത് എന്താ?
ഇഷ്ടം പോലെ ഇറക്കുമതി ഉണ്ടാവുകയും അതിന് ഫലമായിട്ട് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാതിരിക്കുകയും ചെയ്യുക എന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പൊ തന്നെ പരിശോധിക്കുക, നരേന്ദ്രമോദി ഗവൺമെന്റ് വരുമ്പോൾ പറഞ്ഞു ഇവിടെ സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഉൽപാദന ചെലവിന്റെ 50% കൂട്ടിയിട്ട് ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കും. അങ്ങനെ വന്നാൽ 300 രൂപയിലേറെ വേണം റബ്ബറിന്. ഇതുവരെ ഈ 9 കൊല്ലക്കാലം പൂർത്തീകരിക്കുകയാണല്ലോ. ആ വാഗ്ദാനം നടപ്പാക്കാത്ത കാര്യം സംബന്ധിച്ച് പറയേണ്ടതല്ലേ? കൃഷിക്കാരന്റെ താല്പര്യമാണ് പ്രശ്നമെങ്കിൽ ആദ്യം പറയേണ്ടത് 9 കൊല്ലക്കാലമായിട്ട് ഇന്ത്യയിലെ റബ്ബർ കൃഷിക്കാരടക്കമുള്ള ആളുകൾക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഉൽപാദന ചെലവിന്റെ 50% കൂടി കൂട്ടി C2+50 എന്ന ഫോർമുല അനുസരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കുമെന്നുള്ളതാണ്. അത് നിശ്ചയിക്കാത്ത ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ട് എങ്ങനെയാണ് കൃഷിക്കാർക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നവർക്ക് സംസാരിക്കാനാവുക? ശരി, ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, അപ്പോൾ ഈ ഫാദർ മാത്യു ചന്ദ്രകുന്നിൽ പറയുന്നത് പോലെയല്ല, ഒരു വ്യക്തമായ സന്ദേശം അവിടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതാണല്ലോ താങ്കളും പറയുന്നത്, ആർക്ക് അനുകൂലമായിട്ടാണ് സന്ദേശം നൽകേണ്ടിയിരുന്നത് എന്ന്, അല്ലെങ്കിൽ ആർക്കെതിരെയാണ് അവിടെ പറയേണ്ടിയിരുന്നതെന്ന്. BJPക്കെതിരെ ഒരൊറ്റ വാക്ക് പോലും ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടില്ല ആ പ്രസംഗത്തിൽ. അത് മാത്രമല്ല, കേൾക്കുന്ന എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമല്ലേ, BJPക്ക് ഒരു MBA നൽകുവാൻ കർഷകർ സഹായിക്കാം, അതായത് ക്രൈസ്തവ സമൂഹം സഹായിക്കാം എന്ന കാര്യം തന്നെയല്ലേ ആർച്ച് ബിഷപ്പ് അവിടെ പറഞ്ഞത്. അതിനെ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം സഭയിൽ നിന്ന് ആരും ഒരു രൂപതയിൽ നിന്നും ഒരു അതിരൂപതയിൽ നിന്നും എതിർ ശബ്ദം ഉണ്ടായിട്ടില്ല. അതായത് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ വാക്കുകൾക്ക് സഭയുടെ അംഗീകാരമുണ്ട്, അല്ലെങ്കിൽ സഭയിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് അദ്ദേഹം ആ വാക്കുകൾ അവിടെ പ്രയോഗിച്ചത് BJPക്ക് അനുകൂലമായി എന്ന കാര്യം വ്യക്തമാണല്ലോ. അതിലിനി മാറി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പാംപ്ലാനിയും അക്കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാക്കുകളിലൂടെ. KCBC അടക്കമുള്ള സംഘടനകൾ ഈ നിലപാടിന്റെ കൂടെ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ബിഷപ്പുമാരും ഈ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല സിറോ മലബാർ സഭയിലെ ഒരു ബിഷപ്പും അങ്ങനെ എതിർ പ്രസ്താവന നടത്തിയിട്ടില്ല. അത് മാത്രമല്ല, താമരശ്ശേരി രൂപതയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു മലയോര മേഖലയാണല്ലോ കർഷകർ ഏറെയുള്ള ഭാഗം, അവിടെ നിന്ന് പോലുമുള്ള പ്രസ്താവന താമരശ്ശേരി ബിഷപ്പ് പോലും അനുകൂലിച്ചിരിക്കുകയാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പിനെ. അല്ലാതെ അത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ക്രിസ്ത്യാനികളോട് പറയേണ്ടത് അവരുടെ ചുമതലയാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ നില പരിശോധിക്കുന്ന ആർക്കും, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആർക്കും BJPക്ക് അനുകൂലമായിട്ട് ഒരു വാക്ക് സംസാരിക്കാനാവില്ല. എന്തുകൊണ്ട്? ഇന്ത്യ രാജ്യത്തെ 11 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം വന്നിരിക്കുന്നു. ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. ക്രിസ്തീയ പുരോഹിതന്മാരെയും ക്രിസ്തീയ മതമേധാവികളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്തരമൊരു നിയമം ഇന്ത്യയിലുള്ള 11 സ്റ്റേറ്റുകളിൽ BJPയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എത്ര കേന്ദ്രങ്ങളിലാണ് സംഘപരിവാര ശക്തികൾ ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട്, അതുപോലെ അവരുടെ അച്ഛന്മാർക്കെതിരായിട്ട്, അതുപോലെ തന്നെ കന്യാസ്ത്രീകൾക്കെതിരായിട്ട്, അതുപോലെ ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കെതിരായിട്ട്, പള്ളികൾക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് BJPയെ അധികാരത്തിൽ വരാൻ സഹായിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് സാമാന്യതയിൽ സാധിക്കില്ല. എന്തുകൊണ്ടാണ് പാംപ്ലാനി ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യമാണ്. അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തോട് ആവർത്തിച്ച് ഇക്കാര്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ശ്രീ പ്രകാശൻ മാസ്റ്റർ? ഇനി അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇതില് ക്രിസ്ത്യാനികൾ ഇപ്പോ ഈ സഭയ്ക്ക് വേണ്ടിയല്ല, സഭയുടെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പാംപ്ലാനിയോട് പിന്നീട് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നതാണ് എന്ന്. ഇതെന്തുകൊണ്ട് പറയാനിടയായി എന്ന് ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിനല്ലല്ലോ, അത് സഭയ്ക്കല്ലേ ഉള്ളത്. സഭയ്ക്കല്ലേ ഉള്ളത്. ക്രൈസ്തവ സമൂഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞത്. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി എന്ന് പറയുന്നത് സിറോ മലബാർ സഭയിൽ രണ്ടാമനായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നയാളാണ് കർദിനാൾ കഴിഞ്ഞാൽ. തലശ്ശേരി ആർച്ച് ബിഷപ്പ് എന്ന രീതിയിൽ അദ്ദേഹം തന്നെയാണ്. അങ്ങനെയുള്ള ഒരാൾ വെറുതെ സഭയുടെ നിലപാടല്ലാതെ ഒരു നിലപാട് ഇത്തരം ഒരു വലിയ റാലിയിൽ പ്രഖ്യാപിക്കുമെന്ന് താങ്കൾക്കും തോന്നുന്നില്ലല്ലോ? അല്ല, സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും സാമാന്യഗതിയിൽ ചിന്തിക്കാനിടയുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് പറയേണ്ടത് അദ്ദേഹമാണ്. ഇവിടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇപ്പൊ നമുക്കറിയാലോ, നിരവധി ക്രിസ്തീയ സംഘടനകൾ ചേർന്നാണ് BJPക്കെതിരെ സംഘപരിവാറിനെതിരെ ഡൽഹിയിൽ ഒരു വലിയ കൺവെൻഷൻ നടത്തിയത്. അവിടെ നടന്ന പ്രസംഗങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ എത്രമാത്രം ഗുരുതരമായിട്ടാണ് സംഘപരിവാർ ഇന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് ഇവർക്കെതിരെ സംഘടിക്കല്ലാതെ വേറെ മാർഗമില്ലാത്തത് എന്തുകൊണ്ട് എന്നാണല്ലോ ആ സംഘടനകളെല്ലാം പറയുന്നത്. റബ്ബറിന്റെ വില എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല,
അതുപോലെ നാണ്യവിളകളുടെ വില എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെമ്പാടുമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുള്ള മഹാഭൂരിപക്ഷ സ്റ്റേറ്റിലും BJP MP മാരാണല്ലോ കൂടുതൽ. അവരാണല്ലോ 9 കൊല്ലമായിട്ട് ഭരിക്കുന്നത്. പക്ഷെ ആ ഭരിക്കുന്ന സമയത്തും റബ്ബറുടെ വില വർദ്ധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ 2021 LDFന്റെ മാനിഫെസ്റ്റോയിലെ ഒരു പ്രധാന വാചകമായിരുന്നു റബ്ബറിന്റെ തറവില അല്ലേ 250 രൂപയായി ഘട്ടം ഘട്ടമായി ഉയർത്തുമെന്ന്. സാധിച്ചിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും അത് ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ 6 കൊല്ലം അതിനെ ഭരണം പരിശോധിക്കുന്ന ആർക്കും പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാത്തൊരു മുന്നണിയാണ് ആ മുന്നണി എന്ന് പറയുകയില്ല. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനും ആർച്ച് ബിഷപ്പിനും ഇങ്ങനെ മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞു. അല്ല, അത് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. LDF സർക്കാരിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. അല്ല, കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്ന ആർക്കും ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ടല്ല സംസാരിക്കാൻ വേണ്ടി കഴിയില്ല. 1050 കോടിയുടെ ഒരു റബ്ബർ കമ്പനി സ്ഥാപിക്കാൻ തീരുമാനിച്ച് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ ഈ ഗവൺമെന്റ് നീക്കുകയാണ്. അതുപോലെ റബ്ബർ കൃഷിക്കാരെ സഹായിക്കാനുള്ള എന്തെന്ത് നിലപാടുകൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇല്ല, ഒന്നും അറിയാൻ പറ്റില്ല. പണ്ടൊരു റബ്ബർ സ്ഥിരത ഫണ്ട് ഉണ്ടായിരുന്നു, അതുപോലും ഇപ്പോഴില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 120 രൂപയ്ക്ക് എങ്ങനെ റബ്ബർ കർഷകർക്ക് റബ്ബർ വിൽക്കാൻ പറ്റും? ഉൽപാദന ചെലവ് അതിന്റെ ഏകദേശം ഒരു 80 രൂപയും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ഗതികെട്ടിട്ടാണ് കർഷകർ തെരുവിലിറങ്ങിയത്. അതിനാണ് ഒരു ആർച്ച് ബിഷപ്പിന്റെ പിന്തുണ. അവിടെ സഭയുടെ ആകെ പിന്തുണ കിട്ടുന്ന ഒരു സമയമാണിത്. സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല, അതിനെ അനുകൂലിക്കാനും പറ്റുകയില്ല. പക്ഷെ ഒരു സമൂഹം മാറി ചിന്തിക്കുകയാണോ എന്ന തോന്നൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ, ജോസഫ് പാംബ്ലാനിക്കെതിരെ കടുത്ത വിമർശനം ഉയരുമായിരുന്നു. നിങ്ങൾ പോലും LDFും UDFും വളരെ കരുതലോടെയാണ് അദ്ദേഹത്തിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. നേരത്തെ പാലായിൽ ഇതല്ലായിരുന്നു സ്ഥിതി. ഈ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ കല്ലറങ്ങാട്ട് പിതാവിനെതിരെ ഇതല്ലായിരുന്നു അവസ്ഥ. രൂക്ഷമായ വിമർശനം അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പക്ഷെ ഇവിടെ കരുതലോടെ നിങ്ങളും പ്രതികരിക്കുന്നുണ്ട്. ശ്രീ S. സുരേഷ്, ഈ സഭയുടെ പൊതുവികാരമാണ് പ്രകടിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ബിഷപ്പുമാരൊക്കെ സംസാരിക്കുമ്പോൾ വായടയ്ക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഇന്ന് V. മുരളീധരൻ സംസാരിക്കുകയുണ്ടായി, കേന്ദ്രമന്ത്രി. പക്ഷെ അങ്ങനെ ഒരു ശ്രമം ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. ബിഷപ്പിന്റെ വായടയ്ക്കാനൊന്നും ആരും ശ്രമിച്ചില്ല. പക്ഷെ ബിഷപ്പ് കുറെ കൂടി അത് ഈ സമൂഹത്തിന് ആശങ്കയോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ ഉണ്ടാകുന്ന രീതിയിൽ പറയരുത്. അതല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഇതിനൊരു ഇതിനൊരു വ്യാഖ്യാനം ഉണ്ടാകണം. എന്താണ് ആർച്ച് ബിഷപ്പ് ഉദ്ദേശിച്ചതെന്ന് അതുണ്ടായിട്ടില്ല. ശ്രീ മഞ്ജുഷ്, മാർ ജോസഫ് പാംപ്ലാനി ബിഷപ്പിന്റെ പ്രസ്താവനയെ BJP അങ്ങേയറ്റം സ്വാഗതം ചെയ്യും. ഇത് ഒരു മതത്തിന്റെ പിന്തുണ എന്നതിനപ്പുറം ഇവിടുത്തെ കർഷക സമൂഹത്തിന്, പ്രത്യേകിച്ച് റബ്ബർ കർഷകർക്ക് പ്രതീക്ഷയും പ്രത്യാശയും അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവും നൽകാൻ ഈ രാജ്യത്ത് BJPക്ക് സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ജോസഫ് പാംപ്ലാനി തിരുമേനി ഇന്ന് നടത്തിയിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ വൈദികർക്ക് പോലും ബിഷപ്പുമാർക്ക് പോലും ശബ്ദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന സ്റ്റാലിനിസ്റ്റ് സമീപനവും ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഏകാധിപത്യ സമീപനവും ദൗർഭാഗ്യവശാൽ ചിലർ വച്ചുപുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് ശ്രീ V. മുരളീധരൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ കാരണമായിട്ടുള്ളത്. ഇല്ല, അങ്ങനെ അങ്ങനെ ആരും ഒരു മോശം അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. LDFിൽ നിന്നും ഉന്നയിച്ചിട്ടില്ല, UDFിൽ നിന്നും ഉന്നയിച്ചിട്ടില്ല. സൈബർ ലോകത്ത് ചില വിമർശനങ്ങൾ ഉണ്ടായിരിക്കും. അല്ല, ഇവിടെ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, മുമ്പ് ആർച്ച് ബിഷപ്പിനെതിരെ, ഇപ്പോൾ ആദരണീയനായിട്ടുള്ള പൗവത്തിൽ പിതാവിനെതിരെ പോലും ആക്രമണം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതുപോലെ തന്നെ അതിരൂപതകൾ എന്ന് പറഞ്ഞാൽ രൂപത ആണ്, രൂപതകളല്ല രൂപത ആണ് എന്ന് പറഞ്ഞ് ഈ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് നേരെ അതിനിശ്ചിതമായ അവഹേളനപരമായിട്ടുള്ള പരാമർശം നടത്തിയ ആള് ഇന്ന് CPMന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന സഖാവ് MA ബേബിയാണ്. അന്ന് അദ്ദേഹം കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന വേളയിലാണ്. അതുപോലെ ഇവിടെ കോളേജുകളുടെ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. അല്ലെ, അതിന് ഒരു മതസമൂഹത്തെ അവഹേളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ സ്ഥാപനങ്ങളെ അതിരൂപത എന്ന് പറയുന്ന അതിന്റെ ഒരു വ്യവസ്ഥയെ അതിനിശ്ചിതമായി അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത് അത് അതിരൂപതയല്ല രൂപത ആണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ആള് CPMന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുകയാണ്. പിന്നെ വേറൊന്ന്, ഇവിടെ ശ്രീ പ്രകാശൻ അവർകൾ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറയുന്നു 2018 ഡിസംബർ 23-നാണ്
കോട്ടയത്ത് സെന്റ് പോൾസ് ചർച്ചിൽ കരോൾ സംഘത്തിന് നേരെ ഡിവൈഎഫ്ഐയുടെ ആക്രമണം ഉണ്ടായത്. 15 ദിവസമാണ് ആ കരോൾ സംഘം പുറത്തിറങ്ങാൻ ഭയന്ന്, മാർക്സിസ്റ്റ് പാർട്ടിയെ ഭയന്ന് ആ പള്ളിക്കകത്ത് അഭയം പ്രാപിച്ചത്. അവസാനം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെടേണ്ടി വന്നത് ഈ കേരളത്തിലെ ഇന്ത്യയിലെയും ക്രിസ്ത്യൻ സമൂഹം മറന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെയുണ്ട്. 2014 ഇടുക്കി ബിഷപ്പ് ഹൗസിന് നേരെ കോൺഗ്രസ് ആക്രമണം നടത്തിയത്. അതിൽ പിടിക്കപ്പെട്ട ആൾക്കാർ മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരാണ്. PT തോമസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അവിടെ നമ്മുടെ ഡീൻ കുര്യാക്കോസ് പരാജയപ്പെട്ടതുമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ബിഷപ്പ് ഹൗസിന് നേരെ ആക്രമണം നടന്നത് ഇന്ത്യയിൽ, അത് ഇടുക്കിയിലാണ്. അതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ 2017 സുൽത്താൻ ബത്തേരിയിൽ ഡോൺ ബോസ്കോ സ്കൂളിൽ അത് അടിച്ചു പൊളിച്ചത് ശ്രീ പ്രകാശൻ, അങ്ങയുടെ ഡിവൈഎഫ്ഐക്കാരാണ്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ആ ക്രിസ്ത്യൻ കോളേജും തൊട്ടടുത്തിരിക്കുന്ന പള്ളിയും അടിച്ചു തകർത്തത് SFIക്കാരും ഡിവൈഎഫ്ഐക്കാരുമാണ് 2012. പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ കുറവലങ്ങാട് പള്ളിയിൽ ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം, അതും നാർക്കോട്ടിക് ഭീകരതയ്ക്കെതിരെ, ഈ കേരളത്തെ ഇന്ന് കാർന്നു തിന്നുന്ന LKG മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുമ്പിലും സുലഭമായിട്ട് ഇന്ന് ഇന്ത്യയിൽ മയക്കുമരുന്ന് കിട്ടുകയാണ്. അതിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ച പാലാ ബിഷപ്പിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ഭരണകൂടം അത് കേരളത്തിലെ ഭരണകൂടമാണ്, BJP ഭരണകൂടമല്ല. അത് താങ്കൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇവിടെ ഒരു അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിനെതിരെ ഒരു സമരത്തിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നതും ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടമാണ്. അപ്പോൾ ആർച്ച് ബിഷപ്പുമാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നവർ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. VD സതീശനാണ് അന്ന് നിയമസഭയിൽ ഏറ്റവും ശക്തമായിട്ട് വാദിച്ചത്. പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് VD സതീശനാണ്. അപ്പോൾ VD സതീശനും പിണറായി വിജയനും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നു. അത് മാത്രമല്ല, ഇവിടെ തിരുവനന്തപുരത്ത് ആർച്ച് ബിഷപ്പിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എത്ര കേസാണ് എടുത്തിരിക്കുന്നത്? ആ വിഷയത്തിൽ ചിലപ്പോൾ BJPക്ക് വിരുദ്ധ അഭിപ്രായമായിരുന്നു. പക്ഷേ ആർച്ച് ബിഷപ്പിനെതിരെ കേസെടുക്കാൻ ഇവിടെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ആക്രമണത്തിന് മുഴുവൻ കേസെടുക്കുമ്പോൾ MV ഗോവിന്ദനെ എതിരെ കേസെടുക്കണമെന്ന വാദം പറയുന്നത് പോലെയാണ് ആർച്ച് ബിഷപ്പിനെതിരെ അന്ന് നിങ്ങൾ കേസെടുത്തത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ വന്നു നിന്ന് ക്രിസ്ത്യൻ സ്നേഹമൊക്കെ പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം പള്ളികൾക്കും മെത്രാന്മാർക്കുമെതിരെയുള്ള ആക്രമണത്തെ അത് കേരളത്തിൽ നടന്നാലും അത് കേരളത്തിന് പുറമെ വടക്കേ ഇന്ത്യയിൽ നടന്നാലും അതിനെ ഒരേ രീതിയിൽ തന്നെയാണ് ക്രൈസ്തവ സഭകൾ കാണുന്നത്. ഇക്കാര്യം മെത്രാന്മാർ വിശദമാക്കിയിട്ടുണ്ട്. അതിന്ന് പാമ്പ്ലാനി പിതാവും ഇക്കാര്യം തന്നെ പറഞ്ഞിരുന്നു. പള്ളികൾക്ക് നേരെയും അതുപോലെ തന്നെ മെത്രാന്മാർക്കെതിരെയും വിശ്വാസികൾക്ക് നേരെയും നടക്കുന്ന ആക്രമണങ്ങൾ അതിനെ ഞങ്ങൾ ആരും കണ്ടില്ലെന്ന് നടിക്കില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് കർഷകരുടെ പ്രശ്നമാണ്. കർഷകരുടെ പ്രശ്നം ഊന്നി പറഞ്ഞുകൊണ്ടാണ് എന്റെ ആ പ്രസംഗം അവിടെ ഞാൻ നടത്തിയത് എന്നാണ് പാമ്പ്ലാനി പറഞ്ഞത്. അപ്പോൾ ഇത് അല്ലല്ല, ഈ താങ്കൾ ഇതിനെ കൊണ്ട് ഈ പള്ളികൾക്ക് നേരെയുള്ള ആക്രമണത്തിലേക്കാണ് കൊണ്ടുചെന്ന് മുട്ടിക്കുന്നത് എങ്കിൽ അപ്പോൾ വടക്കേ ഇന്ത്യയിലെ കാര്യം പറയേണ്ടി. അതെ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന വടക്കേ ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. ഇപ്പോ ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടു. ഛത്തീസ്ഗഡ് ഭരിക്കുന്നതാരാ? അവിടെ രാജസ്ഥാനിൽ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. രാജസ്ഥാൻ ഭരിക്കുന്നതാരാ? ഇന്ത്യ മഹാരാജ്യത്ത് ക്രിസ്ത്യൻ പള്ളികൾക്കും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ കലാപങ്ങളും ന്യൂനപക്ഷത്തിന് നേരെയും മറ്റു മതസംഘടനകൾ തമ്മിലുള്ള കലാപം നടന്നിട്ടുള്ളത് BJP ഇന്ത്യയിൽ ഭരണത്തിൽ വരുന്നതിന് മുമ്പാണ് ഈ രാജ്യത്ത് കലാപങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്. BJP അധികാരത്തിൽ വന്ന 2014 ശേഷം ഈ രാജ്യത്ത് ഒരൊറ്റ കലാപം നടന്നിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച BJPക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഈ രാജ്യത്ത് കർഫ്യൂകളില്ല, ഈ രാജ്യത്ത് കലാപങ്ങളില്ല, ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അവർ ഈ കർഷകരുടെ കാര്യം പറയുമ്പോഴും ഈ ഒരു കാര്യത്തിൽ അവർ BJPക്ക് ഒപ്പമല്ല. ഈ ഒറീസയിൽ ക്രിസ്ത്യൻ പാതിരി ആക്രമിക്കപ്പെട്ട സമയത്ത് ഒറീസ ഭരിച്ചിരുന്നത് ആരാണ്? കർണാടകയിൽ ഈ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് കർണാടക ഭരിച്ചിരുന്ന കോൺഗ്രസ് അല്ലേ? ഇതിലൊക്കെ പ്രതികളായിരിക്കുന്നവരിൽ ഏത് BJP നേതാക്കന്മാരാണുള്ളത്? ഏത് RSS നേതാക്കന്മാരാണുള്ളത്? പക്ഷേ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, അതിൽ കോൺഗ്രസ് നേതാക്കന്മാർ ഉത്തരേന്ത്യയിൽ നടന്ന പല ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടന്ന ആക്രമണങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർ, അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരും കൗൺസിലർമാരും ഉൾപ്പെടെയുള്ളവർ പ്രതിയായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ?
അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും നടക്കുന്ന കലാപങ്ങളുടെ പേരിൽ, അക്രമങ്ങളുടെ പേരിൽ RSSനെയും ബി ജെ പിയും പഴിചാരുന്ന സമീപനം അത് ശരിയല്ല. അവിടെ മതപരമായിട്ടുള്ള സംഘർഷം നടക്കുന്ന സമയത്ത്, മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ മതമാണ്, അവിടെ രാഷ്ട്രീയമല്ല. ആ രീതിയിലുള്ളൊരു മനോഭാവമാണ് നമ്മൾ താങ്കൾ ഇവരുടെ ഓഫർ സ്വീകരിച്ച മട്ടാണ്. ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദമാണെന്ന് മനസ്സിലാക്കുകയല്ലേ BJPക്ക് ആദ്യം വേണ്ടത്? 300 രൂപ കിലോഗ്രാമിന് റബ്ബറിന് ആക്കി കൊടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു പ്രായോഗികമായ സമീപനം അല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഒരു അന്താരാഷ്ട്ര വിപണിയുടെ കാര്യമുണ്ട്, ഇറക്കുമതി ചുങ്കത്തിൽ മാറ്റം വരുത്തേണ്ടി വരും, ഇങ്ങനെ ഒട്ടേറെ നയപരമായ കാര്യങ്ങൾ എടുക്കേണ്ടി വരും. ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദം, അത് സഭയുടെ അറിവോടെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് നടത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതിൽ പോയി വീഴാനാണോ BJP ഉദ്ദേശിക്കുന്നത്, അതോ ഇതിനെ സമർത്ഥമായി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക, വഴിതിരിച്ചു വിടുക എന്നതാണോ? ശ്രീ മഞ്ജുഷ്, അങ്ങയുടെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഞങ്ങൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളും ഇടതുപക്ഷ സർക്കാരും രണ്ടിടത്ത് ഭരിക്കുകയാണല്ലോ. ഇടതുപക്ഷ സർക്കാർ ഇവിടെ അധികാരത്തിൽ വരുന്ന സമയത്ത് മാനിഫെസ്റ്റോയിൽ അവർ അച്ചടിച്ചു വെച്ചു, ഈ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് 250 രൂപ കിലോയ്ക്ക് കൊടുക്കും എന്ന് മാനിഫെസ്റ്റോയിൽ അച്ചടിച്ചു വെച്ച് ഇവിടുത്തെ റബ്ബർ കർഷകരെ വഞ്ചിച്ച സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. കേരളത്തിൽ നിന്ന് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒരുമിച്ച് ഇന്ത്യ ഭരിച്ച സമയത്ത് ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് നയാ പൈസയുടെ ഗുണം ചെയ്തു കൊടുക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ഭരിച്ച സമയത്ത് സാധിച്ചിട്ടില്ല. 8 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം 2015 സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം 10% നിന്ന് 25% റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകാൻ നരേന്ദ്രമോദി സർക്കാർ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റബ്ബറിന്റെ ഇറക്കുമതി കേന്ദ്രങ്ങൾ, അതിന്റെ തുറമുഖങ്ങൾ അത് പരിമിതപ്പെടുത്തി, ചെന്നൈയിലും വിശാഖപട്ടണവുമായിട്ട് പരിമിതപ്പെടുത്തിക്കൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന സമീപനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി കുറച്ചു. അത് രണ്ടാമത്തെ BJP ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള നടപടിയാണ്. മൂന്നാമത്തെ നടപടി എന്ന് പറയുന്നത് 2023 ഈ വർഷം കോമ്പൗണ്ട് റബ്ബറിന്റെ 10% നിന്ന് 25% ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചു. 120 രൂപയിൽ നിന്ന് കയറുന്നില്ല. ശ്രീ എസ് സുരേഷ്, നിങ്ങൾ എത്രമാത്രം അവകാശപ്പെട്ടാലും ഇപ്പോഴത്തെ രീതിയിൽ ഓഫർ വന്നതിന് ശേഷം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. അതിനപ്പുറം ഇതുവരെ ചെയ്ത കാര്യങ്ങൾ കർഷകർക്ക് ഗുണം ചെയ്തിട്ടില്ല എന്ന് നിങ്ങളെ അനുകൂലിക്കുന്ന ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്ക് പോലും ഈ അഭിപ്രായം ഉണ്ടാവുകയില്ല. കേന്ദ്ര സർക്കാർ അവർ കർഷകരെ സഹായിച്ചുവെന്ന്. ഇവർക്ക് ഇപ്പോൾ കേന്ദ്രത്തെയും വിശ്വാസമില്ല, കേരളത്തെയും വിശ്വാസമില്ല. പക്ഷേ മുന്നോട്ട് വെക്കുന്ന ഓഫർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് അറിയാം കർഷകർക്ക്, കർഷക സംഘടനകൾക്ക്. അതുകൊണ്ടാണ് അവർ പറയുന്നത് കേന്ദ്ര സർക്കാർ സഹായിച്ചാൽ BJPയെ ഞങ്ങൾ സഹായിക്കാമെന്ന്. ഞാൻ താങ്കളെ പൂർത്തിയാക്കിക്കോട്ടെ. ഇത് പോയിന്റ് കുറെ പറഞ്ഞിട്ടില്ല, കിട്ടിയെങ്കിൽ അവർ കഷ്ടപ്പെടില്ലായിരുന്നു. ഒരൊറ്റ കാര്യം കൂടെ ഉള്ളൂ, ഞങ്ങളുടെ പരിശ്രമം, ഞങ്ങളുടെ ആത്മാർത്ഥത, ഞങ്ങളെടുത്ത നിലപാടുകൾ അത് ഈ കേരളത്തിലെ റബ്ബർ കർഷകർ മനസ്സിലാക്കുന്നു. ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, ഞങ്ങൾ ചെറുകിട കർഷകർക്ക് 60 കിലോഗ്രാം ഒരു വർഷം റബ്ബർ കച്ചവടം ചെയ്യുന്ന ചെറുകിട കർഷകർക്ക് ഞങ്ങൾ എല്ലാ കർഷകർക്കും കൊടുക്കുന്ന കാർഷിക സമ്മാൻ നിധി ചെറുകിട കർഷകർക്ക്, റബ്ബർ കർഷകർക്ക് ലഭിക്കുന്നു. അവർ 60 കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഒരു കിലോയ്ക്ക് 100 രൂപ വെച്ച് ഒരു വർഷം 6000 രൂപ എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് അതുപോലെ പറഞ്ഞ് സമയം കളയാന്നേ ഉള്ളൂ. കാരണം ഇത്തരത്തിലുള്ള സഹായം കിട്ടിയിരുന്നുവെങ്കിൽ കർഷകർക്ക് തെരുവിലിറങ്ങേണ്ട ആവശ്യമോ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഓഫർ വെക്കേണ്ട ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം ഇതുവരെ നടത്തിയിട്ടുണ്ട്. കാര്യത്തിൽ സംശയം ആർക്കും വേണ്ട. ശരി, ശ്രീ നൌഷാദ് അലി, വികാരം തള്ളിച്ച കാരണം ആർച്ച് ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഇന്ന് VD സതീശൻ പറഞ്ഞത്. ഏറ്റവും ശക്തമായ രീതിയിൽ മതനേതാക്കളെ വിമർശിക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീ VD സതീശൻ. പക്ഷെ ഇത് അദ്ദേഹം വികാരത്തള്ളിച്ചയിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കർഷകരുടെ വികാരം അദ്ദേഹം ഏറ്റുപറയുകയല്ലേ ചെയ്തത്. ഇക്കാര്യത്തിൽ UDF ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അവർ കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ അധികാരത്തിലല്ല. അതുകൊണ്ട് നോക്കി നിൽക്കുവാൻ മാത്രമേ പറ്റുകയുള്ളൂ. അത് വാസ്തവമാണ്.
മാഞ്ജുഷ, ഒന്നാമതായിട്ട് വി.ഡി. സതീശൻ മതനേതാക്കളെ അങ്ങനെ വിമർശിക്കുക അതൊരു തൊഴിലാക്കി സ്വീകരിച്ച ഒരാളൊന്നുമല്ല. നിങ്ങൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ ബോധപൂർവ്വം ആക്ഷേപിക്കുകയാണ്. അത് അങ്ങനെയല്ല. ആക്ഷേപിച്ചതല്ല, അദ്ദേഹത്തിന് ഒരു മഹത്വമായിട്ടാണ് ഞാനത് പറഞ്ഞത്. അദ്ദേഹം അല്ലല്ല മത നേതാക്കളുടെ മുന്നിൽ പോയി പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന ഒരു നേതാവല്ല വി.ഡി. സതീശൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതല്ല. എന്താണ് മാഞ്ജുഷ, ഈ ജനൻ TV പോലും ഇത്രക്ക് സുദീർഘമായ ഉപന്യസിക്കാനൊന്നും BJP നേതാവിന് അവസരം കൊടുക്കില്ല. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ എന്നോടൊന്ന് പറയുമ്പോ ഞാൻ വല്ലതും പറഞ്ഞു വരുന്നതിന് മുമ്പ് നിങ്ങൾ താങ്കൾ ആ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിക്കരുത്. സുരേഷ് പറഞ്ഞപ്പോൾ എത്ര തവണ ഞാൻ ഇടപെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവസാനം നിർത്തിച്ചാണ് ഞാൻ താങ്കളിലേക്ക് വന്നത്. ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ താങ്കൾ ഉന്നയിക്കരുത് നൗഷാദ് അലി. ഞാൻ വി.ഡി. സതീശനെ കുറിച്ച് പറഞ്ഞത് സതീശനെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയല്ല ചെയ്തത്. വി.ഡി. സതീശൻ എങ്ങനെയുള്ള നേതാവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പഞ്ചപുച്ഛം അടക്കി നിൽക്കാറില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനെ അതിശയവുമായി കണക്കാക്കരുത്. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പഞ്ചപുച്ഛമടക്കി നിൽക്കാറില്ല, നിലപാട് ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. സ്തുതിയായിട്ടൊക്കെ തോന്നും. അപ്പോഴേ അങ്ങനെയല്ല പറഞ്ഞതെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നു. ശരിയാണ്, നല്ല കാര്യം. അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് അത് മാത്രമല്ല, ഞാൻ ചോദിച്ചത്. ഇവിടെ നിങ്ങൾ LDF തീർച്ചയായിട്ടും നമുക്കത് അവസാനിപ്പിക്കാം. നിങ്ങൾ അങ്ങനെ അല്ല പറഞ്ഞത് എങ്കിൽ സന്തോഷമാണ്, സ്വാഗതം ചെയ്യുന്നു, നമുക്കത് വിട്ടേക്കാം. ഇവിടെ ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവനയെ LDF-ഉം UDF-ഉം ഒരുപോലെ സമീപിച്ചു, ഒരുപോലെ എതിർത്തു എന്നൊരു പരിപ്രേക്ഷ്യം BJPക്ക് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടായിരിക്കും. എന്നാൽ ഞങ്ങൾക്ക് ആ താല്പര്യമില്ല. ഞങ്ങള് ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവന, ബിഷപ്പ് പാംപ്ലാനിയുടെ പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ആശങ്ക പങ്കുവച്ചു എന്നുള്ളതിനപ്പുറത്ത് അതിനെ വിമർശിക്കാനോ രാഷ്ട്രീയമായിട്ട് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാനോ കോൺഗ്രസിന്റെ ഒരു നേതാവും മുതിർന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം, കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിലത്തകർച്ചയിലാണ് അവർ നിലകൊള്ളുന്നത്. ഇവിടെ 7.5 ലക്ഷം ടൺ റബ്ബറാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ രാജ്യത്ത്. എന്നാൽ അതിന് തുല്യമായ അളവിൽ 7.5 ലക്ഷം ടൺ സിന്തറ്റിക് റബ്ബർ ഈ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുകയാണ് അവർ 10% ഇറക്കുമതി തീരുവ കൂട്ടിയെന്ന്. അവർ ഇറക്കുമതി തീരുവ കൂട്ടിയത് സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതിക്കാണ്, അല്ലാതെ സിന്തറ്റിക് റബ്ബറിന് അവർ ഒന്ന് തൊട്ടു നോക്കുക പോലും ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, റബ്ബർ കർഷകർ ഇത്രമാത്രം ക്രൂശിതരാവാൻ കാരണം 2022 ഇവർ കൊണ്ടുവന്ന റബ്ബർ പോളിസിയാണ്. ആ റബ്ബർ പോളിസി പ്രകാരം റബ്ബറിനെ ഒരു നമ്മൾ ഈ റബ്ബറിന്റെ വിലത്തകർച്ചയിൽ മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. അതിലൊരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ് ഇവിടെ സഭ നൽകിയത്. അതിനെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. മനസ്സിലാക്കേണ്ടവർക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു റബ്ബറിന്റെ വിലയെ പറ്റി മാത്രമല്ല ആർച്ച് ബിഷപ്പ് സംസാരിച്ചത്. അതൊരു സന്ദേശം അദ്ദേഹം നൽകുകയായിരുന്നു. തൊട്ടുകൂടായ്മ ഇവിടെ ഇല്ല എന്ന്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. മാഞ്ജുഷെ, ഇവിടെ റബ്ബർ കർഷകർക്ക് വേണ്ടി എന്തൊക്കെയോ മലമറിച്ചു BJP എന്ന് BJP പ്രതിനിധി ഇവിടെ സുദീർഘമായി ഉപന്യസിച്ചു. ഇവിടെ ജനങ്ങളെ, റബ്ബർ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അത്തരം വാചകങ്ങൾക്കും വസ്തുതാവിരുദ്ധമായ അവകാശവാദങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. 2022 കൊണ്ടുവന്ന റബ്ബർ പൊതു നിയമപ്രകാരം റബ്ബർ ഒരു കൺകറന്റ് ലിസ്റ്റിലേക്ക് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറുകയാണ്. അതൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റായി മാറുകയാണ്. അതൊരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് അല്ലാതായി മാറുകയാണ്. ഇവിടെ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഒരു കാര്യവുമില്ല. കർഷകർക്ക് അതൊന്നും മനസ്സിലാക്കില്ല. അവർക്ക് വില കിട്ടുമോ ഇല്ലയോ മാത്രമേ ഇപ്പോൾ പ്രശ്നമുള്ളൂ. അല്ലാതെ യുക്രൈൻ യുദ്ധമൊന്നും അല്ല കർഷകരുടെ മുന്നിലുള്ള വെല്ലുവിളി. അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന് വില കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്കൊപ്പം അവർ കൂട്ടുകൂടുമെന്ന രാഷ്ട്രീയ സന്ദേശം നൽകുകയായിരുന്നു നൌഷാദ് അലി ആർച്ച് ബിഷപ്പ് ചെയ്തത്. അതിനെ തടയുവാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ സംഘപരിവാറിന്റെ പള്ളി ആക്രമണങ്ങളും അതുപോലെ തന്നെ സഭയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഒക്കെ ഉയർത്തിക്കാട്ടുവാൻ LDF ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും ആ വഴിയെ തന്നെയാണോ പോകുന്നത്?
എന്റെ മാനുഷ, ഇവിടെ റബ്ബർ കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നാണ് ഞാൻ കാര്യകാരണ സഹിതം പറയുന്നത്. അതിനിടയിൽ നിങ്ങളെ വഴിതിരിച്ചു വിടുമ്പോ നിങ്ങൾ വെസ്റ്റേൺ ഇൻട്രസ്റ്റോട് കൂടിയാണ് ഇതിനകത്ത് ഇടപെടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. റബ്ബർ കർഷകരെ നിരന്തരം ദ്രോഹിക്കുന്ന 2022 പുതിയ നിയമം വഴി അവരുടെ ശവപ്പെട്ടിയിൽ ആണിയടിച്ചു കയറ്റിയ ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അങ്ങനെ ഒരു സർക്കാരിനോടുള്ള എതിർപ്പാണ് ബിഷപ്പ് അവിടെ പ്രകടിപ്പിച്ചത് എന്ന ജോസ് കെ മാണിയുടെ പ്രസ്താവനയ്ക്ക് ഞാനിവിടെ അടിവരയിടുകയാണ്. നിങ്ങൾക്കറിയാം ഇവിടെ BJP-ക്കാര് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ഈ പറയുന്നത്. BJP ഈ 10 വർഷത്തോളമായിട്ട് ജോസ് കെ മാണിയാണ് റബ്ബർ കർഷകരുടെ സംരക്ഷകൻ അല്ലേ ശ്രീ KP നൌഷാദ് അലി? ജോസ് കെ മാണിയാണ് റബ്ബർ കർഷകരുടെ സംരക്ഷകൻ. താങ്കൾ അംഗീകരിക്കുകയാണത്? ജോസ് കെ മാണി പറഞ്ഞതാണ് ശരി. ഇവിടെ ബിഷപ്പ് പാംബ്ലാനിയുടെ പ്രസ്താവന BJP-യുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് എന്ന ജോസ് കെ മാണി പറഞ്ഞത്. ആ പ്രസ്താവനയിൽ കഴമ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ കോൺഗ്രസ് 10 വർഷമായിട്ട് കേന്ദ്രത്തിൽ ഭരണത്തിലില്ല, 7-8 വർഷമായിട്ട് കേരളത്തിലും ഭരണത്തിലില്ല. റബ്ബർ കർഷകർ 1 വർഷമായിട്ട് ഗതികേടിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് ഭരണപരമായ യാതൊരു പങ്കും നിങ്ങൾക്ക് ഭരണപരമായ പങ്കില്ല. കാരണം നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഔട്ടാണ്. അല്ല, നിങ്ങൾക്ക് നോക്കി നിൽക്കാനേ പറ്റുകയുള്ളൂ. എന്തായാലും ജോസ് കെ മാണി പറഞ്ഞതിനെ അംഗീകരിച്ചതിന് അദ്ദേഹത്തോട് തന്നെ അല്ലല്ല, അദ്ദേഹം എന്തായാലും നന്ദിയുള്ള ആളായിരിക്കും. കാരണം ജോസ് കെ മാണി ഇന്ന് കേരള കോൺഗ്രസിന്റെ അഭിപ്രായമാണ് ഇവിടെ ഏറ്റവും വിലമതിക്കുന്ന ഒന്ന്. പക്ഷേ അല്ല, ജോസ് കെ മാണി ഇന്ന് ഈ ചാനൽ ചർച്ചകളിൽ കേരള കോൺഗ്രസിന്റെ പ്രതിനിധികളെ അയക്കേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അക്കാര്യം കൂടി സന്ദർഭവശാൽ പറയുകയാണ് താങ്കളോട്. അല്ല, ഒരു കാരണവശാലും മാഞ്ചൂഷയിൽ ഇത് ശരിയല്ല. നിങ്ങൾ ഇത്തരത്തിൽ ഇടപെട്ട് ഇതിനെ ഗതി തിരിച്ചു വിടുന്നത് ശരിയല്ല. ഇവിടെ BJP-ക്ക് ഒരു വക്താവുണ്ട്, നിങ്ങളും കൂടി ആ പണിയെടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കേന്ദ്രത്തിലും കേരളത്തിലും ഭരണത്തിലില്ല. അതുകൊണ്ട് തന്നെ കർഷകർക്ക് സ്പഷ്ടമായിട്ടറിയാം ഈ പ്രതിസന്ധിയിൽ കോൺഗ്രസിന് ഉത്തരവാദിത്തമില്ല എന്ന്. ആ വലിയ രാഷ്ട്രീയ സാധ്യതയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഞങ്ങൾ അധികാരത്തിലിരുന്ന കാലത്ത് ഇത്തരത്തിൽ ബിഷപ്പുമാർക്കും പിതാക്കന്മാർക്കും തെരുവിലിറങ്ങേണ്ട ഗതികേട് ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഇത്തരത്തിൽ 2022 ഇതിനെ കാർഷികോൽപ്പന്നം എന്ന പദവിയിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞ് റബ്ബർ ബോർഡ് പിരിച്ചുവിടാൻ ഒരുങ്ങുന്ന BJP-യും അവരുടെ കേന്ദ്ര നയങ്ങളുമാണ് റബ്ബർ കർഷകന്റെ പ്രതിസന്ധിക്ക് കാരണം. അതിനപ്പുറത്ത് LDF-നെ താങ്കൾ എന്തായാലും കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ താങ്കൾ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ അല്ലെ? എന്തായാലും LDF സർക്കാരിന്റെ ഒരു പ്രശ്നവുമില്ല, ഒരു തർക്കമില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിലൂടെ അവർക്ക് താങ്ങുവില പ്രഖ്യാപിച്ചിട്ട് അതൊക്കെ ഏട്ടിലെ പശുവാണ്. ആ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും കൊടുക്കാൻ പാപ്പർ സൂട്ടായ ഈ സർക്കാരിന്റെ അടുത്ത് പണമില്ല. അതിന്റെ ഗതികേടും കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്നുണ്ട്. റബ്ബറിന് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു താങ്ങുവില പ്രഖ്യാപിച്ചത് UDF ഗവൺമെന്റും ഉമ്മൻചാണ്ടിയുമായിരുന്നു. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി വിജയന്റെ സർക്കാരിന് കഴിഞ്ഞില്ല. കാരണം അവരുടെ അടുത്ത് ഒന്നിനും പണമില്ല, എല്ലാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നു. ആ ഗതികേടും ഇവിടെ കർഷകർക്ക് പുറത്തുണ്ട്. പിന്നെ നിങ്ങൾ രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിൽ ഇവിടെ BJP-യുടെ പ്രതിനിധിയൊക്കെ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ അദ്ദേഹമൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇവിടെ ബിഷപ്പുമാരും ക്രിസ്തീയ സംഘടനകളും ഇന്ത്യ മുഴുവൻ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർക്ക് നേരെയുള്ള അതിക്രമങ്ങളെ അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നുള്ളിപ്പറയ്ക്ക് സ്വയം പരിഹാസ്യനാവുന്നതിനോട് പ്രതികരിക്കാൻ ഞാനില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണേണ്ടതില്ല. ഇവിടെ BJP പ്രതിനിധി പറഞ്ഞത് മാതിരിയാണെങ്കിൽ അദ്ദേഹം ഗോൾവൾക്കറിന്റെ പുസ്തകത്തിൽ നിന്ന് ബഞ്ച് ഓഫ് തോട്ടിൽ നിന്ന് ക്രിസ്ത്യാനികളൊക്കെ 3ാമത്തെ ആഭ്യന്തര ശത്രുവാണ് എന്നുള്ളത് അദ്ദേഹം തിരുത്തി പറയാൻ തയ്യാറാകുമോ? മദർ തെരേസക്ക് ഭാരതരത്ന കൊടുത്തത് പിൻവലിക്കണമെന്ന് RSS പറഞ്ഞിട്ട് 7-8 വർഷമേ ആയിട്ടുള്ളൂ. അത് തെറ്റുതിരുത്തി പറയാൻ, അതിനെ തിരുത്തി പറയാൻ അദ്ദേഹം തയ്യാറാകുമോ? ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ക്രിസ്തീയ സമൂഹവും സംഘപരിവാറും എന്നൊക്കെ മോരും മുതിരയും പോലെയുള്ളതാണ്. അത് ഒരു സഖ്യമോ ബാന്ധവമോ ഒക്കെ അസംഭവ്യമായ കാര്യങ്ങളാണ്. നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കി ആരെങ്കിലുമൊക്കെ BJP-യുടെ അറവുശാലകളിലേക്ക് ആട്ടിത്തെളിക്കുന്ന പണിയുണ്ടെങ്കിൽ അത് നിർത്താൻ സമയമായിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, ഒരു ലീഗ് MLA-ക്ക് RSS-മായി ചർച്ച നടത്താം, അതിനൊരു കുഴപ്പവുമില്ല. ഒരു ലീഗ് MLA-ക്ക് RSS-മായി ചർച്ച നടത്താം. ലീഗ് MLA-യുടെ പേര് എനിക്കറിയില്ല, അക്കാര്യവും പൊതുസമൂഹത്തിൽ വന്നിട്ടുണ്ട്. RSS-ഉമായിട്ട് ആരെങ്കിലും ചർച്ച നടത്തുന്നതിനൊന്നും ഞാനിവിടെ
എതിർത്തിട്ടില്ല. ലീഗ് നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടെത്തി പറഞ്ഞ് അതൊരു വിഷയമാക്കി ചർച്ച ചെയ്യണമെങ്കിൽ നിലപാട് പറയാം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അവരുമായിട്ട് ചർച്ച നടത്തിയതിന് മുമ്പ് ആരോപണം വന്നിരുന്നു. പിണറായി വിജയൻ ചർച്ച നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോടിയേരിയോടൊപ്പം മസ്കറ്റ് ഹോട്ടലിൽ തലേ മുണ്ടിട്ട് പോയിട്ട്. അതിവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചർച്ചകളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ RSSുമായിട്ടോ മറ്റാരുമായിട്ടോ ആർക്കും ചർച്ച നടത്താനുള്ള സ്വാതന്ത്ര്യവും സംവിധാനവും ഒക്കെ ഈ രാജ്യത്തുണ്ട്. അതിനെ രാഷ്ട്രീയമായിട്ട് സമീപിക്കുക എന്ന ദൗത്യം കോൺഗ്രസ് ശരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നൽ, ഇവിടെ ഉയർന്നു വന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഈ സംഘപരിവാറിന്റെ ആക്രമണം നേരിടുന്ന സഭ എങ്ങനെ അത് മറക്കുന്നു എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് VD സതീശനും പ്രധാനമായും ഉന്നയിച്ചത് അക്കാര്യമാണ്. MV ഗോവിന്ദനും ഉന്നയിച്ചത് ഇതേ കാര്യം തന്നെയാണ്. എണ്ണവും എടുത്തു പറഞ്ഞിരുന്നു എത്രത്തോളം സഭാ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന്. ഏകദേശം 680 സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ട കണക്കും രണ്ടുപേരും പറഞ്ഞിരുന്നു. അത് സഭ മറന്നുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു ബാന്ധവത്തിനുള്ള സന്ദേശം നൽകുന്നത്? ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് BJPയുമായി ഒരു ബാന്ധവത്തിലേക്ക് സഭ എത്തി എന്നുള്ള ധാരണ തിരുത്തണമെന്നുള്ളതാണ്. അങ്ങനെയൊരു ബാന്ധവത്തിന്റെ വിഷയമേ ഇവിടെയില്ല. ഇത് ക്രൈസ്തവ സഭ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനമായിരുന്നില്ല. കർഷകര് മാത്രം പങ്കെടുത്ത ഒരു സദസ്സിലാണ് പാമ്പ്ലാനി പിതാവ് സംസാരിച്ചത്. ആകാശത്തിന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും അവിടെ സംസാരിച്ചിട്ടില്ല. കർഷകരുടെ റബ്ബറിന് വില കിട്ടണം, അത് ഭരിക്കുന്നവര് ഏത് പാർട്ടിയുമാകട്ടെ നൽകണമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു വിഷയത്തെ ഇപ്പോൾ പതിവ് ചർച്ചകൾ പോലെ നമ്മൾ എല്ലാ രാഷ്ട്രീയ ചേരുവകളും ചേർത്ത് വഴിതിരിച്ച് വിടുകയുണ്ടായി. കർഷകര് ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, വർഗം പറഞ്ഞ് അവരെ കർഷകരെന്നുള്ള മേൽവിലാസത്തിൽ നിന്ന് അവരെ ചെറുതാക്കി അപമാനിക്കുന്നതിന് തുല്യമാണ് ചർച്ചകൾ ഇങ്ങനെ പോകുന്നത്. അവർക്ക് പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുക എന്നുള്ളതാണ്. അതാര് നൽകിയാലും അവര് അത് സ്വീകരിക്കും. അത് നൽകാൻ വേണ്ടി അധികാരമുള്ളവരും പൊതു ഖജനാവ് കൈകാര്യം ചെയ്യുന്നവരും ഭരിക്കുന്നവരും മാത്രമാണ്. അതുകൊണ്ടാണ് ഭരിക്കുന്നവരെ കുറിച്ച് പിതാവ് സംസാരിക്കേണ്ടി വരുന്നത്. അല്ലാതെ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും അവിടെ പറഞ്ഞതല്ല. നമുക്ക് കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ ചിന്തകളെ എങ്ങനെ റബ്ബർ കർഷകരുടെ വിഷമതകൾ പരിഹരിക്കാം. റബ്ബർ കർഷകരുടേത് മാത്രമല്ല, കർഷകരിവിടെ അടിസ്ഥാന സമൂഹമാണ്. 5% നമ്മുടെ ഉദ്യോഗസ്ഥരുള്ളത്. അത്രത്തോളം വരും പെൻഷന് അർഹതയുള്ളവര്. ബാക്കി 90% ആൾക്കാര് ഇവിടെ ജീവിക്കേണ്ടേ. അവരെ സഹായിക്കേണ്ടത് കോർപ്പറേറ്റുകളല്ല, കോർപ്പറേറ്റുകളെ കൂടി ഭരിക്കുന്ന ജനപിന്തുണയുള്ള സർക്കാരുകളാണ്. സർക്കാരുകൾ തമ്മിൽ പഴി പറഞ്ഞിട്ടോ സ്വയം ന്യായീകരിച്ചിട്ടോ രക്ഷപ്പെടാനാവില്ല. വിഷയത്തെ അഭിസംബോധന ചെയ്യണം. അത് കേരളത്തിലുള്ളവരും കേന്ദ്രത്തിലുള്ളവരും അങ്ങനെ ചെയ്യണമെന്ന് മാത്രമാണ് പാമ്പ്ലാനി പിതാവ് പറഞ്ഞത്. സഭയ്ക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ ബന്ധങ്ങളില്ല, കക്ഷി രാഷ്ട്രീയത്തോട് രാഷ്ട്രീയ നിലപാടുകളില്ല എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. മറ്റ് ആരേക്കാളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നല്ലതുപോലെ പഠിക്കുകയും ആവശ്യ സമയത്ത് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് സഭയുടേത്. പിതാക്കന്മാർക്ക് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ട്. ഇവിടെ BJP മാത്രമാണോ, കോൺഗ്രസ് മാത്രമാണോ, LDF മാത്രമാണോ പിതാക്കന്മാരെ കാണുന്നത്? എല്ലാവരുടെയും മുൻപിൽ വാതിലുകൾ തുറന്നിടുകയല്ലേ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകം ചേർന്ന് നിൽക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് കർഷകരെ മറക്കുന്നതിന് തുല്യമാണെന്നേ ഞാൻ ഈ സന്ദർഭത്തിൽ ചുരുക്കി പറയുന്നുള്ളൂ. അതായത് ഒരു പരീക്ഷണം നടത്തുകയാണ്. ഇപ്പോൾ സഹായം ഇതുവരെ കിട്ടാത്ത ആളുകളിൽ നിന്ന് പുതിയ പുതിയ സഹായം കിട്ടുമോ എന്നുള്ള പരീക്ഷണമാണല്ലോ നടക്കേണ്ടത്. അങ്ങനെ ഒരു പരീക്ഷണത്തിന് സഭ മുതിരുകയാണ്.
എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അതിന് ആര് തെറ്റ് പറയും? അങ്ങനെയെങ്കിൽ ഇടത് വലത് മുന്നണികളിൽ നിന്ന് കിട്ടാത്ത ഒരു സഹായം പ്രതീക്ഷിക്കുന്നു. കാരണം കേന്ദ്രമാണല്ലോ ഇനി സഹായിക്കേണ്ടത്. വേണ്ടത് കർഷകർക്ക് സഹായമാണ്. എവിടെ നിന്നത് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ല. വരാന് ഒരു വഴിയേ ഉള്ളൂ. അധികാര കേന്ദ്രങ്ങളിൽ നിന്നേ അത് വരികയുള്ളൂ. പൊതു ഖജനാവ് കൈകാര്യം ചെയ്യുന്ന ഒന്നെങ്കിൽ കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാനം, ഭരിക്കുന്നത് ആരുമാകട്ടെ, പാർട്ടിയല്ല പ്രധാനപ്പെട്ടത്, ഭരണ സംവിധാനങ്ങളാണ്. വേണ്ടത് കർഷകർക്ക് സഹായമാണ്. അതാണ് പാമ്പ്ളാനി പിതാവ് പറഞ്ഞത്. ഏത് പിതാക്കന്മാര് പറഞ്ഞാലും അത് തന്നെയാണ് പറയേണ്ടത്. ശരി, കാര്യങ്ങൾ വ്യക്തമാണ്. ശ്രീ പ്രകാശ് മാസ്റ്റർ, കൂടുതൽ വ്യക്തമാണല്ലോ ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലിന്റെ വാക്കുകൾ. പാർട്ടി ഏതുമാകട്ടെ, സർക്കാർ ഏതുമാകട്ടെ, സഹായം വേണം. അത് കർഷകർക്ക് മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ ആകെ സഹായം എന്ന രീതിയിലാണ്. ഇതിനേക്കാൾ വ്യക്തമായിട്ട് ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലിന് ഇത് വിശദീകരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ കരുതുകയാണ്. മാത്യു ചന്ദ്രൻകുന്നേലിന്റെ കർഷക താല്പര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹം പറയേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ കർഷകരുടെ ഇന്നത്തെ നിലയുടെ യഥാർത്ഥ ഉത്തരവാദി ആരാണ്? കൃഷിക്കാരന്റെ ശത്രുവാരാണ്? ഇവിടെ നിലവിലുള്ള റബ്ബർ ബോർഡ് പോലും തകർക്കാൻ ശ്രമിക്കുന്ന, അതുപോലെ തന്നെ റബ്ബറിന്റെ വില കൃഷിക്കാർക്ക് കിട്ടുന്ന വലിയൊരു പ്രശ്നമേ അല്ല, റബ്ബർ വ്യവസായികളാണ് രക്ഷപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുന്ന, റബ്ബറിന് ഒരു കാരണവശാലും വില കിട്ടാതിരിക്കാൻ പര്യാപ്തമായിട്ടുള്ള നിലപാടുകളും നടപടികളും സ്വീകരിക്കുന്ന ആളുകൾ ആര് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയല്ലേ സാധാരണത്തിൽ ചെയ്യേണ്ടത്? അതാണോ ചെയ്യുന്നത്? നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ BJPക്ക് വേണ്ടി സംസാരിച്ചുള്ള സുരേഷ് പറയുന്ന കേട്ടെന്ന് തോന്നുക, ഇവിടെ കുറുക്കന്റെ പ്രധാനപ്പെട്ട ജോലി കോഴികളെ സംരക്ഷിക്കലാണ് എന്ന് പറയുന്ന പോലെയല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു പുരോഹിതനെയും മക്കളെയും ചുട്ടുകൊന്നവർ സംഘപരിവാരാണ് എന്നുള്ളത് ആർക്കും അറിയാതിരിക്കുന്നത്. ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ ക്രിസ്തീയ വിരുദ്ധ കലാപം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്ന പോലെ കണ്ടമാനിൽ ഒഡീസയിൽ നടന്നുള്ള കലാപാൻ. 8 പേര് കൊല്ലപ്പെട്ടു, 40 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, 300 പള്ളികൾ തകർക്കപ്പെട്ടു, 60,000 ആളുകൾ വീട്ടിൽ നിന്ന് വെടിയാത്താരമായി. അതിന് ഉത്തരവാദി സംഘപരിവാരാണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് മതപരിവർത്തനം പാടില്ല എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നത് BJP ആണെന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? ഇങ്ങനെ ക്രിസ്തീയ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന BJPയെ എങ്ങനെയാണ് സാധാരണഗതിയിൽ ഞങ്ങൾക്ക് ഗുണം ചെയ്താൽ അവർ കൂടുതൽ വേണ്ടി കഴിയും എന്ന് പറയുക എന്നാണ് മാറ്റി പറയേണ്ടത്. ഫാദർ മറുപടി അതാണ് പ്രസക്തമായ ചോദ്യം. എങ്ങനെ അത്തരത്തിലുള്ള നിലപാടെടുക്കുവാൻ കഴിയും? തിരിച്ചു സഹായിക്കുന്ന ആരെയും സഹായിക്കുമെന്നുള്ള നിലപാടാണല്ലോ അത്. അങ്ങനെ ഒരു സഹായം ചോദിക്കാൻ തന്നെ എങ്ങനെ തോന്നുന്നു എന്നാണ് പ്രകാശൻ മാസ്റ്ററുടെ വാക്കുകൾ. ഇതിനെ രണ്ടും രണ്ടായിട്ട് കാണണം. അതായത് കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ റബ്ബറിന് വിലയുയർത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെയോ അവരെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങള് ഭാരതത്തിലെ വളരെ ചെറിയ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് എതിരെ ഉണ്ടായാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുന്നു, വകവെച്ചു കൊടുക്കുന്നു എന്നല്ല അർത്ഥം. അത് ഒരു കാരണവശാലും ആരും അംഗീകരിക്കില്ല. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഒരു മതേതര ഭാരതത്തിൽ സംഭവിച്ചുകൂടാത്തതാണ്. ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിനും മതവിശ്വാസികളുടെ എണ്ണം നോക്കിയല്ല, അവരുടെ സാന്നിധ്യം കണക്കിലെടുത്ത് അവർക്ക് സംരക്ഷണം നൽകേണ്ടതാണ്. ഏത് സർക്കാർ ഭരിച്ചാലും ന്യൂനപക്ഷങ്ങൾക്കാകട്ടെ ഭൂരിപക്ഷങ്ങൾക്കാകട്ടെ കുട പോലെ അവർക്ക് സംരക്ഷണം നൽകേണ്ടതാണ്. BJP സർക്കാർ വില നൽകുന്നു എന്നുള്ള കാരണത്താൽ അവര് അല്ലെങ്കിൽ അവരുടെ കക്ഷികള് ക്രൈസ്തവർക്കെതിരെയോ മുസ്ലിം അംഗങ്ങൾക്കെതിരെയോ ഹൈന്ദവ ന്യൂനപക്ഷത്തിനെതിരെയോ പോലും ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തിയാൽ അതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് എല്ലാ പൗരന്മാരുടെയും ചുമതലയായിരിക്കുന്നതുപോലെ
ക്രൈസ്തവ വിശ്വാസികളുടെയും ചുമതലയാണ്. അതിനെ ആ നിലയിൽ തന്നെ കാണും. അതേക്കുറിച്ച് ആർക്കും ഒരു സംശയവും വേണ്ട. നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം പ്രധാനമായിട്ട് ഞാൻ സംസാരിച്ചത് കർഷകരോടുള്ള അവഗണന, കർഷകരുടെ വിലയിടിച്ചും ഉൽപ്പന്നങ്ങളുടെ വിലയിടിച്ചും തുടരുന്ന രീതി അവസാനിപ്പിക്കണം. അത് സർക്കാരുകൾ അതിന് മുൻകൈയെടുക്കണം എന്ന് മാത്രമാണ്. അല്ലാതെ വില തന്നു, 300 രൂപ തന്നു, അതിനുശേഷം ന്യൂനപക്ഷങ്ങളോട് എന്തുമാകാം എന്ന് ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കുമോ? അതല്ല പറഞ്ഞതിന്റെ താല്പര്യം. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, വ്യക്തമായോ? അതാണ് ഇതില് നമ്മൾ കാണേണ്ട കാര്യം. ജീവൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ആളുകളെ ജീവിക്കാൻ വിടാതിരിക്കുന്ന ഒരു നില സാർവത്രിക ഉണ്ടാവുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരൊറ്റ കൊല്ലം ക്രിസ്ത്യാനികൾക്ക് നടന്നിട്ട് കലാപത്തിന് എണ്ണം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞല്ലോ 478 ഒറ്റ കൊല്ലം. ക്രിസ്ത്യാനികളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് നടന്നിരിക്കുന്ന കലാപങ്ങൾ. ആ കലാപത്തിന്റെ എല്ലാത്തിലും ഏതാണ്ട് 95% കാര്യങ്ങളിലും എതിരായി നിൽക്കുന്നത് സംഘപരിവാറാണ്, RSS ആണ്, BJP ആണ്. ഇങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരെ കൂട്ടക്കശാപ്പ് രാജ്യത്താകെ നടക്കുന്ന BJP, കേരളത്തിലെ BJP വേറെയും ഇന്ത്യയിലെ BJP വേറെയല്ലോ. രാജ്യത്ത് ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളാണ് എന്ന് കണ്ട് അത് നടപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി 300 രൂപ തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് പറയാനാവുന്ന എങ്ങനെയെന്നുള്ളതാണ് മാത്യു സാർ വിശദീകരിക്കേണ്ടത്. ക്രിസ്ത്യാനികൾക്ക് ബോധ്യമാവേണ്ട കാര്യമാണ്. പിന്നെ റബ്ബറിന്റെ വിലക്കുറവിന് കാരണമായിട്ടുള്ള ഒരുപാട് നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു. പ്രകാശ് മാസ്റ്റർ, ഫാദർ മാത്യു ചന്ദ്രകുന്നേൽ പറഞ്ഞത് ഇങ്ങനെ റബ്ബറിന്റെ വില നൽകി സഹായിച്ചു, കർഷകരെ സഹായിച്ചു എന്ന് വെച്ച് അതിക്രമങ്ങൾ ഞങ്ങൾ നോക്കിയിരിക്കുകയില്ല എന്നാണ്. രണ്ടും കൂടി ചേർന്ന് പോകുമോ എന്ന് എനിക്കറിയില്ല. അല്ല, ഭരണത്തിൽ BJP-യെ കൊണ്ടുവരാൻ സഹായിക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അനുഭവം തന്നെയല്ലേ? റബ്ബറിന്റെ കാര്യത്തിലുള്ള അനുഭവം ഇത് തന്നെയായിരിക്കില്ലേ? റബ്ബറിന്റെ വില ഇനിയും കുറയും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉൽപാദന ചെലവിന്റെ കൂടെ 50% അധികം റബ്ബർ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ 300 രൂപ തരണ്ടേ? 9 കൊല്ലമല്ലേ ഭരിക്കുന്നേ? അത് പറയണ്ടേ? BJP 9 കൊല്ലമായിട്ട് ഭരിക്കുന്ന കാലത്ത് ചെയ്ത വാഗ്ദാനം റബ്ബർ കൃഷിക്കാരോട് നടപ്പാക്കിയില്ല. അതെങ്കിലും പറയണ്ടേ? നിങ്ങൾ 300 രൂപ കഴിഞ്ഞാൽ വോട്ട് ചെയ്യും എന്ന് പറയുന്നത് എങ്ങനെയെന്നുള്ളതല്ലേ മാത്യു വിശദീകരിക്കേണ്ടത്. അപ്പോ ഇത് യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമായിട്ടൊരു കാര്യമാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ ആകെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന BJP, റബ്ബറിന്റെ വില കുറയ്ക്കുന്നതിന് വേണ്ടി എല്ലാ നിലക്കും ശ്രമിക്കുന്ന BJP, അവരെ സഹായിക്കും എന്നുള്ള നിലപാട് എന്തിന്റെ മേലെയാണ് സ്വീകരിക്കാനാവുന്നത് എന്ന കാര്യം ആണ് ഇവിടെ മാത്യു ചന്ദ്രകുന്നേൽ പറയുന്നത്. ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം അതാണ്. സാമാന്യഗതിയിൽ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ അറിയുന്ന ആൾക്ക് അങ്ങനെ ഒരു കാരണവശാലും ക്രിസ്തീയ സഭയ്ക്ക് ചിന്തിക്കാനാവില്ല എന്ന് മാത്രമേ വിചാരിക്കാനാവൂ. ക്രിസ്തീയ സഭയുടെ അഭിപ്രായം അല്ല ആ വന്നിരിക്കുന്നത് എന്ന് മാത്രമേ ചിന്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അല്ല, അങ്ങനെ ക്രൈസ്തവ സഭയുടെ അഭിപ്രായമല്ല എന്ന് ചിന്തിക്കാൻ പറ്റുകയില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ആർച്ച് ബിഷപ്പിനെ തുടർച്ചയായി ആളുകൾ തള്ളി പറയണമായിരുന്നു സഭയിൽ നിന്ന് തന്നെ. ഇപ്പോൾ ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ പോലും തലശ്ശേരി ആർച്ച് ബിഷപ്പിനെ ജോസഫ് പാംപ്ലാനിയെ തള്ളി പറഞ്ഞിട്ടില്ല. കാര്യം വ്യക്തമാണല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിലൂടെ അദ്ദേഹം തലശ്ശേരി ആർച്ച് ബിഷപ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലും പറഞ്ഞത്. അദ്ദേഹം പാലാ രൂപതയിൽപ്പെട്ടയാളാണ് അല്ലെ? ഫാദർ മാത്യു ചന്ദ്രകുന്നേൽ, താങ്കൾ പാലാ രൂപതയാണല്ലോ. അല്ല, ഇവിടെ പാംപ്ലാനി പിതാവ് തന്നെ ഇത് സഭയുടെ അഭിപ്രായമായി പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പത്രക്കാരോട്. അല്ല, അങ്ങനെ ആ രീതിയിലല്ല. സഭയുടെ അഭിപ്രായമല്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ സഭയിലെ മറ്റ് രൂപതകളും അതിരൂപതകളും ഒക്കെ അത് തള്ളി പറയണം. അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം സഭയുടെ അഭിപ്രായം അല്ല പറയുന്നെങ്കിൽ തള്ളി പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ലല്ലോ. ഇത് സമൂഹത്തിൽ ഇത്രമാത്രം ചർച്ചാ വിഷയമായ ഒരു വിഷയം. സഭ ഒരു അഭിപ്രായം രേഖപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുകയില്ലല്ലോ ശ്രീ പ്രകാശൻ മാസ്റ്റർ. സമൂഹത്തിൽ ഇത്രമാത്രം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അത് സഭയുടെ അഭിപ്രായം അല്ല എങ്കിൽ സഭ അങ്ങനെ നിലപാട് സ്വീകരിച്ച് പറയേണ്ടതല്ലേ? ചാടിയ ഒരു നിലപാട് അത് അവർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ഇവിടെ പാംപ്ലാനി പിതാവ് ഇങ്ങനെ പറയാനിടയായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയാനിടയായി എന്നുള്ളത് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്ന മാത്യു ചന്ദ്രകുന്നേൽ പറയണം. എന്താണ് BJP-യിൽ അനുകൂലമായി കാണുന്ന കാര്യം?
BJP എങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്ക് അഭിമതമാവുന്നത്? 300 രൂപ തന്നാൽ പോലും എങ്ങനെ BJP എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് അഭിമതമായി തീരും? അത് മാത്യു ചന്ദ്രകുന്നേൽ പറയണം. ഓളമുണ്ടാക്കുമോ ഓഫർ, ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ശ്രീ എസ് സുരേഷ്, ഇപ്പോൾ ഈ പാംപ്ലാനി ഇങ്ങനെ ഒരു ഓഫർ വെച്ചത് അത് സഭയുടെ മൊത്തം നിലപാടല്ല എന്ന രീതിയിൽ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അതാണല്ലോ ഇപ്പോൾ ശ്രീ പ്രകാശൻ മാസ്റ്ററും അത് പറഞ്ഞു, അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞതാണെന്ന്. സഭയിൽ നിന്ന് പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ പറയേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. പക്ഷെ അവിടെയും അദ്ദേഹം ഒരു ക്ലോസ് വെച്ചിരിക്കുകയാണ്. ഇത് ആർച്ച് ബിഷപ്പ് സ്വന്തം ഒരു അഭിപ്രായം ആ കർഷക സമരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ പല മധ്യസ്ഥ ചർച്ചകളും നേരത്തെ ക്രൈസ്തവ സമൂഹവുമായിട്ട് BJP നേരിട്ട് നടത്തിയിട്ടുണ്ട്. കേന്ദ്ര നേതാക്കൾ തന്നെ വന്നിട്ടുണ്ട്. PS ശ്രീധരൻപിള്ള ഇടപെട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഈ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം പരിഹരിക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലവത്തായി കണ്ടിട്ടില്ല ഇതുവരെ. ക്രൈസ്തവ സമൂഹത്തെ ആകർഷിക്കാൻ നിങ്ങൾ എന്തെല്ലാം പ്രയത്നങ്ങൾ ചെയ്തോ അതൊന്നും കേരളത്തിൽ ഇതുവരെ അതിന്റെ ഗുണഫലം കാണുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നത് വാസ്തവമാണ്. അപ്പോൾ പിന്നെ ഇതും നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ച് വെറുതെ കുറച്ച് ദിവസം ചർച്ച ചെയ്യാം എന്നതിനപ്പുറം കൂടുതൽ ദിവാസ്വപ്നം കാണേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീ മഞ്ജുഷ്, ഇവിടെ ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ വളരെ പക്വതയോടുകൂടി അതോടൊപ്പം തന്നെ വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പാംപ്ലാനിൽ പിതാവ് പറഞ്ഞത് ഞങ്ങൾ എന്തുകൊണ്ട് സ്വാഗതം ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെയും കേരളത്തിലെയും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സംസ്കാരവും അവരുടെ പ്രവർത്തന രീതിയും മനസ്സിലാക്കുന്ന ആർക്കും അത് സ്വാഗതം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ക്രിസ്ത്യൻ സമൂഹം കേരളത്തിൽ അവരൊരു മതപരമായിട്ടുള്ള അവരുടെ അജണ്ടയ്ക്ക് അപ്പുറത്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും വിദ്യാഭ്യാസ രംഗത്തുള്ള പുരോഗതി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ കർഷകരുടെ വിഷയങ്ങൾ, ഇങ്ങനെ സമൂഹത്തെ മൊത്തമായിട്ട് കണ്ടുകൊണ്ട് ഈ കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റത്തിൽ ഇന്നത്തെ കേരളം സൃഷ്ടിക്കുന്നതിൽ ഉൾപ്പെടെ നിർണായകമായ പങ്കുവഹിച്ച ഒരു മതം ആണ് ക്രിസ്തുമതം. ആ ക്രിസ്തുമതം അതാത് കാലഘട്ടത്തിൽ ഇന്ത്യയിലും കേരളത്തിലും എടുത്ത നിലപാടുകൾ പൊതുവെ സമൂഹം അംഗീകരിച്ചിട്ടുണ്ട്. അത് ജാതിക്കും മതത്തിനും അതീതമായിട്ട് എല്ലാവർക്കും ഗുണം ചെയ്തിട്ടുള്ളൊരു സമീപനമാണ്. ആ സമീപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പാംപ്ലാനി പിതാവിൻ്റെ അഭിപ്രായത്തെ BJP കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മതപരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളോ അവകാശങ്ങളോ ഉയർത്തുന്നതിനപ്പുറം മതാതീതമായി സർവ്വമതങ്ങളിലും പെട്ട സർവ്വജാതിയിലും പെട്ട കേരളത്തിലെ 15 ലക്ഷത്തോളം വരുന്ന റബ്ബർ കർഷകരുടെ കുടുംബങ്ങളുടെ വിഷയമാണ് ഉയർത്തിയത്. അതിൻ്റെ പിന്നിൽ മതം എന്നതിനപ്പുറം കേരളത്തിലെ ഇത്രയും ലക്ഷോപലക്ഷം വരുന്ന കർഷകരുടെ വിഷയമാണ് ഉയർത്തിയത്. അത് മതത്തിനപ്പുറത്ത് ഇങ്ങനെയുള്ളൊരു വലിയ വിഷയം ഉയർത്തിക്കാണിക്കാൻ സാധിച്ച പാംപ്ലാനി പിതാവിൻ്റെയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സഭയുടെയും മഹത്വം നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. പക്ഷെ അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം പ്രതീക്ഷയാണ് നിങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നത്, അതല്ലാതെ മറ്റൊന്നുമല്ല. കാരണം അവിടെ ആ ഓഫർ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ, ഒരു MBA എങ്കിലും അയക്കാമെന്നുള്ള ആ ഒരു ഓഫർ, അതാണ് നിങ്ങൾ ഈ പാംപ്ലാനി പിതാവിന്റെ ഈ പ്രസ്താവനയെ ഉടനടി സ്വാഗതം ചെയ്യാനും കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉടൻ തന്നെ രംഗത്ത് വരുവാനും കാരണമായിരിക്കുന്നത്. അതല്ലാതെ അതിനകത്ത് നിങ്ങളുടെ അട്രാക്ഷൻ വേറൊന്നുമില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്ത്യൻ സഭകളുമായിട്ടുള്ള ചർച്ചകൾ BJPയോ അല്ലെങ്കിൽ ഈ RSS പോലും കേരളത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലകായിരുന്ന ശ്രീ സുദർശൻജി കേരളത്തിൽ വന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം സർസംഘചാലകായിരുന്ന കാലഘട്ടം മുതൽ കേരളത്തിലെ ക്രിസ്ത്യൻ സഭാ നേതാക്കന്മാരുമായിട്ട് ഞങ്ങളുടെ ഡയലോഗുകൾ നടന്നു വരികയാണ്. അത് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള പോസിറ്റീവായിട്ടുള്ള ഇടപെടലാണ്. ആ ഇടപെടലിനെ RSSും ക്രിസ്ത്യൻ സഭകളും എക്കാലത്തും ഇത്തരത്തിൽ ഭാവാത്മകമായിട്ടുള്ളൊരു സാമൂഹ്യ രചനയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം എന്ന നിലയിൽ അംഗീകരിച്ചതും അതിനനുസരിച്ച് നീങ്ങിയിട്ടുള്ളതുമാണ്. അപ്പോൾ അതിനെ നിങ്ങൾ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കേവലം രാഷ്ട്രീയപരമായിട്ട് കാണരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി മറ്റൊന്ന്, ഞാനൊരു 4 ജില്ലയിലെങ്കിലും അല്ലെങ്കിൽ 4 മണ്ഡലത്തിലെങ്കിലും, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, അതുപോലെ തന്നെ ഇപ്പോൾ തലശ്ശേരി അതിരൂപതയിലാണ് ജോസഫ് പാംപ്ലാനി എന്നതുകൊണ്ട് തന്നെ കണ്ണൂർ മണ്ഡലം ഒരു പരിധിവരെ, ഇങ്ങനെ 4 സ്ഥലത്തെങ്കിലും നിങ്ങൾ ഇതിനെ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റാം എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ
അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് നിങ്ങളുടെ സംസാരമെല്ലാം പോകുന്നത്. ഞാൻ അതാണ് ചോദിക്കുന്നത്, അതൊരു ദിവാസ്വപ്നം മാത്രമായി അവസാനിക്കില്ലേ എന്ന്. ശ്രീ മഞ്ജുഷ്, അത് വോട്ടായിട്ട് മാറിയാൽ അത് സ്വാഭാവികം, ഞങ്ങളേറെ സന്തോഷിക്കുന്നു. ഇവിടെ അങ്ങ് കാണേണ്ടത് മേഘാലയ, നാഗാലാൻഡ് പോലെയുള്ള വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ഗോവ പോലെയുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ ഞങ്ങൾക്ക് അധികാരം കിട്ടിയത് അവിടുത്തെ ക്രിസ്ത്യൻ സഭകളും ക്രിസ്തുമത വിശ്വാസികളും ഞങ്ങൾക്ക് വോട്ട് ചെയ്തതുകൊണ്ടാണ്. അവർ എന്തെങ്കിലും മതപരമായിട്ടുള്ള സ്വാർത്ഥത കൊണ്ടായിരിക്കണമെന്നില്ല ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. അവർ BJP വന്നപ്പോൾ മേഘാലയയിലും നാഗാലാൻഡും ഉൾപ്പെടെയുള്ള പ്രദേശത്ത് എയർ കണക്ടിവിറ്റി വരുന്നു, റോഡ് കണക്ടിവിറ്റി വരുന്നു, റെയിൽ കണക്ടിവിറ്റി വരുന്നു. അവിടുത്തെ ക്രിസ്ത്യൻ വീടുകൾ ഉൾപ്പെടെയുള്ള സകലർക്കും വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ആ നാട്ടിൽ സമാനതകളില്ലാത്ത വികസനം വരുന്നു. അപ്പോൾ ഒരു നാട് നന്നാകാൻ ഗുണം BJP അധികാരത്തിൽ വരുന്നതാണ് എന്ന് കണ്ടുകൊണ്ടാണ് മേഘാലയ, നാഗാലാൻഡ്, ഗോവ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും ക്രിസ്ത്യൻ മതവിശ്വാസികളും മറ്റെല്ലാവരെയും പോലെ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. അത്തരത്തിൽ അതായത് ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ സഹായം ആവശ്യമായ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അവർ കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നു ആ സമയം അവരുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കും. കോൺഗ്രസ് ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു ആനുകൂല്യം BJPക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികളുമായി ചേർന്ന് ഇപ്പോൾ അവിടെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ കേരളവുമായി എങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റും? ഒരു കാര്യം താങ്കളുടെ ഞാൻ അംഗീകരിക്കാം, കാരണം ഈ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ അവർ പറയുന്നുണ്ട് ഈ കേന്ദ്ര സർക്കാരുമായി അടുത്ത് ബന്ധം വേണമെന്ന്. പക്ഷെ അത് ക്രൈസ്തവ സമൂഹം അംഗീകരിക്കണമെന്നില്ല. അല്ല, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മാത്രം കാണണ്ടല്ലോ. ഞാൻ ഗോവയെക്കുറിച്ചും പറഞ്ഞല്ലോ. ഒരു വേഴവട്ടക്കാലമായിട്ട് ഗോവയിലെ കത്തോലിക്ക സമൂഹം BJPക്ക് വോട്ട് ചെയ്ത് BJP അധികാരത്തിലേറ്റല്ലേ. അപ്പോൾ ഇവിടെ വടക്ക് കിഴക്കൻ മേഖലയിൽ മാത്രമല്ല, കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന ഗോവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള വളരെ വിശാലമായ ഒരു മനോഭാവം എടുത്ത ക്രിസ്ത്യൻ സഭകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് BJP വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ ഈ ശ്രീ പ്രകാശം മാഷും അതോടൊപ്പം തന്നെ ശ്രീ നൌഷാദ് അലിയും ഒക്കെ ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ചർച്ചാവേദി ഉപയോഗിക്കുന്നത്. ഇവർ പറയുന്നത് മദർ തെരേസയ്ക്ക് ഭാരതരത്ന കൊടുക്കുന്നതിന് RSS എതിർത്തിരുന്നു. ഞാൻ ശ്രീ നൌഷാദ് അലിയെ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, RSSന്റെ അഖില ഭാരതീയ വക്താക്കന്മാരോ, RSSന്റെ സർസംഘചാലകോ, RSSന്റെ സർക്കാരിവാഹോ, BJPയുടെ ഏതെങ്കിലും ദേശീയ നേതാക്കന്മാരോ, ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവെങ്കിലും എക്കാലത്ത് ഏതെങ്കിലും കാലഘട്ടത്തിൽ മദർ തെരേസ എന്ന് പറയുന്ന ആ മഹതിക്ക് ഭാരതരത്ന കൊടുത്തതിനെ വിമർശിക്കുകയും അത് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കാൻ ഞാൻ നൌഷാദ് അലിയെ വെല്ലുവിളിക്കുന്നു. കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയ പിന്തിരിപ്പൻ സമീപനം വച്ചുപൊറിപ്പിക്കുന്നത് ഒരു ഖദർദാരിക്ക് യോജിച്ചതല്ല എന്നെങ്കിലും മനസ്സിലാക്കണം. താങ്കൾ മഹാത്മാഗാന്ധിയുടെ ഖദറാണ് ഇട്ടിരിക്കുന്നത് എന്നൊരു സാമാന്യ ബോധം വേണം. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊന്നെന്താ പറഞ്ഞത്, ഗോൾവൽക്കർ, നൌഷാദ് അലി, ഗോൾവൽക്കർ അങ്ങനെ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ യുക്തിസഹമായിട്ട് പറയണം. പിന്നെ ഇനി എന്തെങ്കിലും തെറ്റിദ്ധാരണ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹവും ഹിന്ദു സമൂഹവുമായിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ഒരു ദശാബ്ദമായിട്ട് ക്രിസ്ത്യൻ സമൂഹവും RSSും ഒക്കെ തയ്യാറായിട്ടുണ്ട്. അവർ അത് പരിഹരിച്ചു പോകുന്നുണ്ട്. നിങ്ങളത് കുത്തിത്തിരിപ്പുണ്ടാക്കി വീണ്ടും പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. ഇവിടെ മതസൗഹാർദ്ദമുണ്ടാകട്ടെ. BJP 12 വർഷമായിട്ട് ഭരിക്കുന്ന ഗോവയിൽ ക്രിസ്ത്യൻ സമൂഹവും ഹിന്ദു സമൂഹവും തമ്മിൽ അടിക്കുന്നത് നിങ്ങൾ വല്ല വാർത്തയും കണ്ടോ? BJP ഭരിക്കുന്ന നോർത്ത് ഈസ്റ്റ് മേഖലകളിൽ മേഘാലയയിലും നാഗാലാൻഡിലും ത്രിപുര ഉൾപ്പെടെയുള്ള ആദിവാസി സമൂഹം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ അടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? BJP അധികാരത്തിൽ വന്നതിന് ശേഷം നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഒരു കലാപം നിങ്ങൾക്കെടുത്ത് പറയാൻ സാധിക്കുമോ? ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ മഹത്തായിട്ടുള്ളൊരു പുതിയ ഭാരതം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പ് രാഷ്ട്രീയവുമായിട്ട് മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വരരുത്. ഞാൻ ശ്രീ പ്രകാശം മാഷിനോട് ചോദിക്കുന്നു, ലോകത്ത് ഏത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലായിരുന്നു പ്രകാശം മാഷെ ക്രിസ്ത്യൻ സമൂഹത്തിന് അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ നടത്താനും പള്ളികളിൽ കുർബാന നടത്താനും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെക്കുറിച്ച് അങ്ങേക്ക് പറഞ്ഞുതരാമോ? അങ്ങ് എന്താ ഇവിടെ വന്ന് ഇങ്ങനെ തള്ളിമറിക്കുന്നത്? ശ്രീ പിണറായി വിജയൻ തള്ളിമറിക്കുന്നത് പോലെ അങ്ങ് ഇവിടത്തെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ക്രിസ്ത്യൻ ബിഷപ്പ് ഹൗസുകൾ ആക്രമിച്ചതും പള്ളികൾ ആക്രമിച്ചതും രാഷ്ട്രീയമാണ്.
മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മതപരമായി അത് മതത്തിനകത്ത് പോലും സംഘർഷങ്ങളുണ്ട്. ഹിന്ദു മതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ട്, മുസ്ലിം മതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ട്. അതുപോലെ ഹിന്ദുക്കൾ ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പള്ളികൾക്കും അതുപോലെ തന്നെ സഭയുടെ സ്ഥാപനങ്ങൾക്കും എതിരെ നടക്കുന്ന അക്രമങ്ങൾ അത് കണ്ണും കെട്ടി നോക്കി നിൽക്കില്ല എന്ന കാര്യവും ഫാദർ മാത്യു ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. താങ്കളിലേക്ക് വരാം. ഒരു സെക്കൻഡ്. KP നൗഷാദ് അലി, പൂർത്തിയാക്കിക്കോട്ടെ. ഞാൻ താങ്കളിലേക്ക് വരാം. മഞ്ജുഷേ, ഒരു ചോദ്യം ചോദിച്ചാൽ അത് എനിക്ക് പൂർത്തിയാക്കാം. അല്ല, അത് കഴിഞ്ഞു. മറ്റു കാര്യങ്ങളിൽ പോവുകയാണ്. അതുകൊണ്ടാണ്. ഒരു സെക്കൻഡ്, ഞാൻ താങ്കളിലേക്ക് വരാം. സമയമുണ്ട്. ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ അത് തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ക്രിസ്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കൽ തന്നെയാണ്. അങ്ങനെ ആരാണോ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ആക്രമണം നടത്തുന്നത് അതിനെതിരെ പ്രതികരിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട പ്രഥമവും പ്രധാനമായും ഉത്തരവാദിത്വപ്പെട്ട സഭയാണ് ഇവിടത്തെ കത്തോലിക്ക സഭ. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുക. അല്ല, താങ്കൾ പിന്നെ മദർ തെരേസയുടെ കാര്യം പറഞ്ഞത് നൗഷാദ് അലിയാണോ അതോ പ്രകാശ് മാസ്റ്റർ ആണോ? നൗഷാദ് അലി ആയിരുന്നു. ഭാരതരത്ന അതെനിക്ക് തോന്നുന്നത് ഡൽഹി പ്രചാർ പ്രമുഖിന്റെ പഴയൊരു പ്രസ്താവന ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അല്ലേ? അല്ലെ, അതല്ലേ ശ്രീ KP നൗഷാദ് അലി? അതാണ്. അതിനെ മുമ്പ് മമതാ ബാനർജി അതിനെ അന്ന് തന്നെ എതിർത്ത ചില വാർത്തകളൊക്കെ അന്ന് വന്നിരുന്നു. പിന്നീട് അതൊരു വലിയ വാർത്തയായി തന്നെയാണ് അല്ലേ? അതല്ലേ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്? ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മാഞ്ജുഷേ, 2015 ഫെബ്രുവരി അവസാന വാരം രാജസ്ഥാനിലെ ഭരത്പൂരിൽ വെച്ച് RSSന്റെ സർവ്വസംഘ് ചാലകായ ഇപ്പോഴത്തെ നമ്മുടെ മേധാവി അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞതാണ് മദർ തെരേസയുടെ സേവനം. വിവരക്കേടാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ കലാപം ഉണ്ടാക്കാനും അക്രമം ഉണ്ടാക്കാനും അദ്ദേഹം പറഞ്ഞു. നിങ്ങളെങ്ങനെ വിവരക്കേട് പറയുന്നത്? ഇവിടെ മോഹൻ ഭഗവത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള തെളിവ് കാണിക്കും. ഞാൻ ഡേറ്റും സമയവും തെളിവ് കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഡേറ്റും സമയമൊക്കെ നിങ്ങൾ പലതും പറയും. അല്ല, അത് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം വാർത്ത കാണിക്കുവാണല്ലോ. അദ്ദേഹം പറയട്ടെ. നൗഷാദ് പറയട്ടെ. പറഞ്ഞു തെളിവ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ സുഹൃത്തേ. അല്ല, അതങ്ങ് കാണിക്കുന്നേ. ഞാൻ വെല്ലുവിളിക്കല്ലേ, നിങ്ങൾ കാണിക്ക്. രാജസ്ഥാനിലെ നിങ്ങളുടെ വീക്ഷണം പത്രത്തിലോ ദേശാഭിമാനി പത്രത്തിലോ ഒന്നല്ല ഞാൻ ചോദിക്കുന്നത്. തെളിവ് കാണിക്കാനാ പറഞ്ഞത്. RSSന്റെ ട്വിറ്ററിലോ RSSന്റെ ഓർഗനൈസർ എന്ന് പറയുന്ന മാധ്യമമോ RSSന്റെ ജന്മഭൂമി എന്ന് പറയുന്ന പത്രമോ ജനം ചാനലോ അല്ലെങ്കിൽ RSSന്റെ വെബ്സൈറ്റിലോ എവിടെയെങ്കിലും അങ്ങനെ ഒരു സാധനമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. വാർത്തകൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ നൗഷാദ് അലി പറഞ്ഞ കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. വയറിലും ഒക്കെ വന്നിട്ടുണ്ടാവും, വീക്ഷണത്തിലും വന്നിട്ടുണ്ടാവും. ഞാൻ പറയുന്ന ആധികാരികമായിട്ട് തെളിയിക്കാമോ? വെല്ലുവിളിക്കയ ഞാൻ പറയുന്നു. RSS കാരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു RSSന് അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. എങ്ങനെ നടക്കും? അദ്ദേഹം പറയുന്ന ഈ അബദ്ധങ്ങൾ മുഴുവൻ നമ്മൾ കേട്ടിരിക്കുക. നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ അലറി വിളിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? RSSന്റെ സർവ്വസംഘ് ചാലകായ മോഹൻ ഭഗവത് 2015 ഫെബ്രുവരി അവസാന വാരം രാജസ്ഥാനിലെ ആൽവാറിനടുത്തുള്ള ഭരത്പൂരിൽ വെച്ച് നടത്തിയ പ്രസംഗം ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ഇപ്പത്തെ ഗോഡി മീഡിയയുടെ ഭാഗമായ പത്രസ്ഥാപനം പിന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ആധികാരികമായി കാണിക്കേ. ഞാൻ RSS എന്ന നിലയിൽ പറയുന്നു ജനൻ ടിവിയിലും ജന്മഭൂമിയിലും വരണം എന്ന് പറഞ്ഞാൽ നടക്കോ? അല്ല, ട്വിറ്റർ ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, അച്ചടിച്ചു വരും. അല്ല സുരേഷ്, വന്ന കാര്യത്തിൽ ഇനി തർക്കം വേണ്ട. അങ്ങനെ തർക്കം വേണ്ട. ഇനി അക്കാര്യത്തിൽ തർക്കം വേണ്ട. അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ. ടൈംസ് ഓഫ് ഇന്ത്യയാണ് സുരേഷ്. ടൈംസ് ഓഫ് ഇന്ത്യ, ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഗോഡി മീഡിയയാണ്. ടൈംസ് ഓഫ്. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ KP നൗഷാദ് അലി ഇക്കാര്യങ്ങൾ മറന്നുകൊണ്ട്, ശരി, ഇക്കാര്യങ്ങൾ മറന്നുകൊണ്ട്, അല്ലല്ല സുരേഷ് അക്കാര്യം വിട്ടു. ശ്രീ KP നൗഷാദ് അലി ഇക്കാര്യങ്ങൾ മറന്നുകൊണ്ട് ഇങ്ങനെ ക്രൈസ്തവ സഭകൾ ഈ രീതിയിലുള്ള പിന്തുണ നൽകാമോ? ഒരു MBA വേണമെങ്കിൽ ഞങ്ങൾ അയക്കാം, ഞങ്ങൾക്ക് ഇങ്ങോട്ട് സഹായം ചെയ്തു തരാമെങ്കിൽ അങ്ങനെ ചെയ്യാമോ ക്രൈസ്തവ സഭകൾ?
മാനുഷേ, ഞാൻ ഇവിടെ തലശ്ശേരി ബിഷപ്പിന്റെ പ്രസ്താവനയെ കർഷക വിഷയം അഭിസംബോധന ചെയ്ത് കർഷകരുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ നടത്തിയ ആശങ്കകളുടെ പങ്കുവെക്കൽ എന്നതിന്റെ അപ്പുറത്ത് ഒരു രാഷ്ട്രീയ മാനങ്ങളും നൽകി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇവിടെ നമ്മുടെ അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഫാദർ, അദ്ദേഹം തന്നെ ആ വിഷയം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. അവർ ഓരോ പെർസ്പെക്റ്റീവിലും ഓരോ വിഷയത്തെ കാണുമ്പോൾ പറയുന്ന വാചകങ്ങളെ വ്യത്യസ്ത തലങ്ങളിൽ നിങ്ങൾ കോർത്തിണക്കേണ്ട കാര്യമില്ല. ഇവിടെ ക്രിസ്തീയ സമൂഹത്തെ പിന്തുണക്കാൻ RSS തീരുമാനിച്ചാൽ RSSന്റെ അടിത്തറയിളകും. ഇവിടെ RSSനെ പിന്തുണക്കാൻ ക്രിസ്തീയ സമൂഹം എന്ന വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയും ജനാധിപത്യ ഉത്ബുദ്ധതയും ഉള്ളൊരു സമൂഹത്തിന് കഴിയുകയില്ല. അവർ അധികാരത്തിലിരിക്കുന്ന ആളുകളോട് കർഷകരുടെ പ്രതിസന്ധിയാണ് മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്കറിയാം, മലയോര മേഖലയിലുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിളക്ക് വിലയില്ല, അവരുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നു, അവർ വലിയ വന്യജീവി ശല്യം നേരിടുന്നു, അവർ കുടിയിറക്ക് ഭീഷണി നേരിടുന്നു, അല്ലെങ്കിൽ ദുർബല പിന്നെ ഗർഭിണിയും എന്ന അവസ്ഥയിലാണ് ആ പാവപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങൾ. അതിന് പ്രത്യേകിച്ച് മതവും രാഷ്ട്രീയമൊന്നുമില്ല. അവരുടെ വിഷയത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അതൊന്ന് കടത്തി പറഞ്ഞു എന്നതിന്റെ അപ്പുറത്ത് അതിൽ പല വ്യാഖ്യാനങ്ങൾക്കും പഴുത് നിങ്ങൾക്കൊക്കെ ഉണ്ടാകാം. ഒരുപക്ഷെ അത് ഇത്ര വലിയ ചർച്ചയാകാനും അത് തന്നെയാവും കാരണം. ബിഷപ്പ് ലക്ഷ്യം വെച്ചതും അത് തന്നെയായിരിക്കും എന്നതിനപ്പുറത്ത് നിങ്ങളിത് RSSകാരി കിനാവ് കാണുന്ന മാതിരിയുള്ള രാഷ്ട്രീയമൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ ബിഷപ്പുമാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർ വളരെ കുലീനമായി ആഭിജാത്യത്തോടുകൂടി വലിയ സാംസ്കാരിക മഹിമയുടെ ചിഹ്നങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് പെരുമാറും. ആ പെരുമാറ്റമൊക്കെ കിട്ടുമ്പോൾ ഇവർ തങ്ങളുടെ ആളായി മാറി എന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നിയാൽ അതിന് ബിഷപ്പുമാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബിഷപ്പുമാരുടെ വ്യക്തിത്വത്തിന്റെ മികവാണ് വരുന്ന ആളുകളെയൊക്കെ ഭംഗിയായിട്ട് മാനേജ് ചെയ്ത് അവരുടെയൊക്കെ വിശ്വാസം ആർജിക്കുക എന്നുള്ളത്. അതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇതൊക്കെ നമ്മുടെ ആളാണ് എന്ന് എട്ടുകാലി മമ്മുഞ്ഞിനെ പോലെ RSSകാർ അവകാശപ്പെടാനും RSSകാർ ഇങ്ങനെ തുള്ളിച്ചാടാനൊക്കെ തുടങ്ങിയാൽ ഇതൊക്കെ എവിടെ വരെ എത്തുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റു പ്രവചനത്തിലൊന്നും ഞാൻ മുതിരുന്നില്ല. ഇനി തലശ്ശേരി ബിഷപ്പിന്റെ പരിധിയിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സൗത്ത് കനറ, ഉടുപ്പി, മൈസൂർ പോലെയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ, അത് കുടക്, വിരാജ്പേട്ട്, മംഗലാപുരം, ബൽത്തങ്കടി, ഉടുപ്പി, കാർക്കള എന്നൊക്കെ പറഞ്ഞ ആ ബെൽറ്റാണ്. ആ ബെൽറ്റിൽ 3 MP ഇവിടെ BJPക്കുണ്ടല്ലോ. ഇവിടെ പിന്നെ നളിൻ കുമാർ കട്ടീലുണ്ട്, ശോഭ കരന്തിലാജയുണ്ട്, പ്രതാപ് സിംഹയുണ്ട്. ഇവരൊക്കെ MP പോയിട്ട് എന്ത് നേടി? 2022 പുതിയ റബ്ബർ നിയമം കൊണ്ടുവന്ന് കർഷകന്റെ ദുരിതത്തിന്റെ മേൽ മറ്റൊരു ആണി അടിച്ചുറപ്പിച്ച് എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് അധികാരി വർഗത്തോടുള്ള ഒരു അപേക്ഷയാണ്, അല്ലെങ്കിൽ അവരുടെ മുമ്പാകെ വെക്കുന്ന ഒരു നിവേദനത്തിന് തുല്യമായ വാചകങ്ങളാണ്. അതിനപ്പുറത്ത് അതിനകത്ത് രാഷ്ട്രീയ മാനങ്ങൾ നൽകിക്കൊണ്ട് ഇവിടെ മിൽക്ക് മെയ്ഡിന്റെ സ്വപ്നമൊന്നും കാണേണ്ട കാര്യമില്ല എന്ന് RSSകാരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ സുരേഷൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ അത്ഭുതം തോന്നും. എനിക്ക് സുരേഷിനോട് പറയാനുള്ളത്, താങ്കളുടെ സംഘടനയിൽ ഒറ്റപ്പെടാൻ ഉതകുന്ന തരത്തിലുള്ള പണിയൊക്കെ ഇവിടെ വന്നിരുന്ന് ചെയ്യേണ്ട. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിനനുസരിച്ച് എന്തും വിളിച്ചു പറയാവുന്ന സ്ഥിതിയിലേക്കൊന്നും മാറരുത്. അവനവരുടെ ആദർശവും ആശയമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉറച്ചു നിന്ന് സംസാരിക്കുക. അതിനൊക്കെ വെള്ളം ചേർത്ത് കബളിപ്പിക്കാൻ മാത്രം ദൗർബല്യമുള്ള ഒരു വിഭാഗവും ഇന്ന് കേരളത്തിലില്ല. അതൊക്കെ വേറെ എവിടെയെങ്കിലും ചെലവാമെങ്കിൽ നിങ്ങൾ അവിടെ പോയി ചെലവാക്കുക എന്നല്ലാതെ അതൊന്നും ഇവിടെ ചെലവാകില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ, ഇങ്ങനെ അല്ല RSS കാണുന്ന ദിവാസ്വപ്നം അത് വെറുതെയാണെന്ന് സഭയ്ക്ക് തന്നെ അത് വ്യക്തമായ ഒരു സന്ദേശം കൊടുക്കാമല്ലോ. BJP കാണുന്നത് ദിവാസ്വപ്നം മാത്രമാണെന്ന്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കർണാടകത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ, കേരളത്തോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ 3 MP-മാർ, അതിലൊരാൾ കേന്ദ്രമന്ത്രി, എന്നിട്ട് പോലും ഈ റബ്ബറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെയും കർഷകരേറെയുള്ള പ്രദേശങ്ങളാണല്ലോ, അവിടെ ഒരു സഹായവും ചെയ്യാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്ന് ഇവിടുത്തെ കർഷകരെ സഹായിക്കുവാൻ കഴിയുക? അക്കാര്യം കൂടി ചിന്തിക്കേണ്ടതായിരുന്നില്ലേ ഇത്തരമൊരു നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ? മഞ്ജുഷ, ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോടുള്ള ഒരു നിലപാട് പ്രഖ്യാപനമായിട്ട് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടല്ലേ ഈ ചോദ്യങ്ങളൊക്കെ ഉരുത്തിരിയുന്നത്. ഇത് കർഷകരോട് സംസാരിച്ചതാണ്. കർഷകരെല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട്. അത് ക്രൈസ്തവരായ കർഷകർ മാത്രമാണ് കർഷകരെന്നും നമ്മൾ പരിമിതപ്പെടുത്തി ചിന്തിക്കരുത്. കർഷകരെ കുറിച്ച്
കുറെ കൂടി സഹിഷ്ണുതയോടെ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കണ്ടേ? കർഷകര് എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട്, ഒരു പാർട്ടിയിലും പെടാത്തവരുണ്ട്. ക്രൈസ്തവർ മാത്രമാണ് കർഷകര് എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് ചുരുക്കി ചിന്തിക്കാൻ കഴിയുക? പിതാവ് കർഷകരോട് സംസാരിച്ച ഒരു നിലപാടാണ്, അതായത് നിങ്ങൾ ഭരിക്കുന്നവരോട് പറഞ്ഞ് നിങ്ങളുടെ വോട്ടിന്റെ ബലത്തില് നിങ്ങൾക്ക് ഉപജീവനത്തിനുള്ള വില നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേടിയെടുക്കണം. അതൊരു ബോധവൽക്കരണമാണ്. അല്ലാതെ എല്ലാ കർഷകരും സഭയുടെ ബാങ്കിൽ പെടുന്നവരാണ്, അത് ആവശ്യാനുസരണം നോട്ടെടുക്കുന്ന പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എടുത്തു കൊടുക്കാനുള്ളതാണ് എന്നുള്ള ചിന്തയോ മിഥ്യാധാരണയോ ഒന്നും വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ടുള്ള സഭാ സമൂഹത്തിനുണ്ട് എന്നൊന്നും ആരും കരുതേണ്ട. വളരെ സഹിഷ്ണുതയോടെ പക്വതയോടെ ഈ പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ പൊതുബോധത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും മനസ്സിലാക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ക്രൈസ്തവ സഭ എന്നുകൂടി ദയവായിട്ട് എല്ലാവരും മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് ഇത് മറ്റ് പാർട്ടികൾക്ക് എല്ലാം വിശദീകരണം നൽകുക എന്നുള്ളത് പാമ്പ്ളാനി പിതാവിന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യാഖ്യാനിക്കുന്ന മറ്റുള്ളവരുടെയോ ഉത്തരവാദിത്വമായിട്ട് ദയവായി കരുതരുത്. അത് പിതാവ് കർഷകരോട് പറഞ്ഞ ഒരു കാര്യം, അതിൽ തന്നെ അത് അവസാനിച്ചു പൂർണ്ണമായി. പിന്നെ അതേക്കുറിച്ച് രാഷ്ട്രീയ കൂട്ടിക്കെട്ടലുകൾ ചേർത്ത് പറയുമ്പോഴാണ് അതിന് പല മാനങ്ങളുണ്ടാകുന്നത്. സ്വാഭാവികമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരാരും സന്യാസികളൊന്നും അല്ലല്ലോ, എല്ലാവരും അധികാരത്തിന് വേണ്ടി വരുന്നവരാണ്, എല്ലാവരും ഭരിക്കാൻ വരുന്നവരാണ്. ഭരിക്കുന്നത് സേവിക്കാനാണ് എന്നുള്ള പൊതുതത്വവും ഞങ്ങൾ മറക്കുന്നില്ല. അധികാരത്തിൽ വന്നാലല്ലേ സേവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ചിന്തയെയും ഞങ്ങൾ ആദരവോടുകൂടി സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ പാർട്ടികൾക്കും അവരുടെ നിലപാടുകൾ പറയാം. പാമ്പ്ളാനി പിതാവ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് പറയുന്നതിനെ മാനിക്കുന്നു, LDF പറയുന്നതിനെ മാനിക്കുന്നു, BJP പറയുന്നതിനെ മാനിക്കുന്നു. ഓരോരുത്തർക്കും ആഗ്രഹങ്ങളുണ്ടാകും. അതെല്ലാം സാധ്യമാകുമോ എന്ന് തീരുമാനിക്കുന്നത് പിതാക്കന്മാരോ മെത്രാന്മാരോ സഭയോ ഒന്നുമല്ല. തീരുമാനിക്കുന്നത് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പിതാക്കന്മാര് കാലാകാലങ്ങളിൽ ഓരോ വിഷയങ്ങളിൽ നിലപാടുകൾ പറയുകയും ആവശ്യ സമയങ്ങളിൽ വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് പോലും പിതാക്കന്മാരുടെ ഏതെങ്കിലും സ്വന്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, വൈദികരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സന്യസ്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഭരണകൂടത്തെയും സമീപിച്ചിട്ടില്ല. ജനങ്ങളുടെ ആവശ്യത്തിന്റെ പേരിൽ മാത്രമേ നിവേദനങ്ങൾ നൽകുകയോ. ശരി ഫാദർ. അവസാനമായി ശ്രീ M. പ്രകാശൻ മാസ്റ്റർ, ഇങ്ങനെ സഭാ അധ്യക്ഷന്മാർ ഇങ്ങനെ നിലപാടുകൾ എടുക്കുമ്പോൾ ഇതിനു മുൻപും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇടുക്കിയിൽ ആ ഒരു പ്രതിഫലനം കണ്ടതാണ്. കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ പേരിൽ അന്ന് LDF അതിൽ രാഷ്ട്രീയ നേട്ടം കൊയ്തതാണ്. ഇങ്ങനെ മാറിയും മറിഞ്ഞും രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് UDFന് അനുകൂലമായി വരാറുണ്ട്. ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF എന്നതാണ് സഭയുടെ നിലപാട് കൊണ്ട് ഉണ്ടാകുന്നത്. ചിലപ്പോൾ സഭയുടെ നിലപാടുകൾ പൊളിഞ്ഞു പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു മൂന്നാം കക്ഷി കൂടി അതിൽ കടന്നു വന്നിരിക്കുന്നു എന്ന പ്രത്യേകതയാണല്ലോ. അതിൽ കൂടുതൽ വിശദീകരണം ഇനിയും സഭാ അധ്യക്ഷന്മാർ നൽകേണ്ടതാണോ അല്ലയോ? അങ്ങനെ ഒരു മൂന്നാം കക്ഷിയുടെ സാന്നിധ്യത്തിന് വഴിയൊരുക്കുകയില്ല എന്ന്. ഇതിൽ BJPയുടെ ഉത്കണ്ഠ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വേട്ട സംഘടിപ്പിക്കുകയും ഹിന്ദുരാഷ്ട്ര സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിക്ക് 26% വരുന്ന വോട്ടുള്ള ന്യൂനപക്ഷം അവരെന്ത് ചെയ്യും എന്നതിനെ സംബന്ധിച്ച് ഉത്കണ്ഠ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോ സുരേഷ് സംസാരിക്കുന്നത് കേട്ടാൽ എനിക്കൊരു പഴയ കഥയാണ് ഓർമ്മ വന്നത്. ഈ കാക്ക വായിൽ അപ്പം വെച്ച് നിൽക്കുമ്പോ താഴെ നിന്ന് നിന്റെ പാട്ട് കേൾക്കാൻ എത്ര രസമാണ് എന്ന് പറഞ്ഞ കുറുക്കന്റെ ഒരു ചിന്തയുണ്ടല്ലോ. അത് മാത്രമേ ഈ വിഷയത്തിൽ ക്രിസ്ത്യാനികളോട് അവർ കാണിക്കുന്ന മമതക്ക് കാരണമുള്ളൂ എന്നുള്ളത്
ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ഇവിടെ സുരേഷ് സംസാരിക്കുമ്പോൾ നമ്മൾ പല ചർച്ചകളും സംസാരിക്കാറുണ്ട്. പക്ഷേ സുരേഷ് സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന 90% കാര്യങ്ങളും അയഥാർത്ഥാണ്, വസ്തുതയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. സ്ഥാപിക്കപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നിഷേധിക്കാൻ ശ്രമിക്കുകയാണല്ലോ. ഇപ്പൊ മഹാത്മാഗാന്ധിയെ കൊന്നത് RSS ആണ് എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ട സത്യമാണ്. അതുപോലെ തന്നെ ഇവിടെ മദർ തെരേസയുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ കാര്യം സ്ഥാപിക്കപ്പെട്ട കാര്യമാണ്. അതൊന്നും ഇല്ല എന്ന് ഇവിടെ സുരേഷ് പറഞ്ഞാൽ അത് ഇല്ലാതായി തീരുമോ? അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് അവരുടെ ശ്രമം വളരെ വ്യക്തമാണ്. അവരിപ്പോ ന്യൂനപക്ഷങ്ങളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രിമാർ ഉപയോഗിക്കുന്നു, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്നു. ഇപ്പൊ ഗോവയെ പറ്റി പറഞ്ഞല്ലോ, ഗോവയിൽ 6 MLA-മാരെ പിടിച്ച എങ്ങനെയാ? 40 കോടി രൂപ ഒരു MLA-ക്ക് വില കൊടുത്തിട്ടാണ്. അതിനെപ്പറ്റി മേനി അടിക്കുകയല്ലേ? ഇന്ത്യയിൽ 8 സ്റ്റേറ്റുകൾ BJP ഭരിക്കുന്നത് എങ്ങനെയാ? MLA-മാരെ വില കൊടുത്ത് വാങ്ങിയിട്ടാണ്. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവർ എന്താണ് എന്നുള്ളത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക്, ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് BJP രാജ്യത്തുണ്ടാക്കുന്ന വിപത്ത് എത്രയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കാർഷിക മേഖലക്കകത്ത് അവരുടെ നയങ്ങൾ എങ്ങനെയാണ് ദുരിതം വിതക്കുന്നത് കൃഷിക്കാരെ സംബന്ധിച്ച് അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അതുകൊണ്ട് ഇത് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ജനങ്ങൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം കൃത്യമായി ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഒരു കാരണവശാലും BJPക്ക് അനുകൂലമായിട്ട് അവരുടെ രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ടാവട്ടെ, കാർഷിക നിലപാട് വെച്ചുകൊണ്ടാവട്ടെ, ഇതപ്പോ നമ്മൾ 9 കൊല്ലക്കാലമുള്ള ഭരണത്തിന്റെ നടപടികൾ വെച്ചുകൊണ്ടാവട്ടെ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഒരു കാരണവശാലും BJPക്ക് അനുകൂലമായിട്ട്. ശരി ശ്രീ M. പ്രകാശ് മാസ്റ്റർ, നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ, ശ്രീ S. സുരേഷ്, ശ്രീ നൌഷാദ് അലി പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റിന്റെ പോൾ ഇതായിരുന്നു: ബിഷപ്പിന്റെ ഓഫർ കേരളത്തിൽ BJPയെ സഹായിക്കുമോ? സഹായിക്കും എന്നാണ് 62% പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടത്. സഹായിക്കില്ല എന്ന് 35% പ്രേക്ഷകർ. അഭിപ്രായമില്ലാത്തത് 3% പ്രേക്ഷകർ. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി.